സുഹൃത്തുക്കളെ, നമ്മൾ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും മറ്റൊരു സംവാദത്തിലേക്ക് കടക്കുകയാണ്. ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കാണാറുണ്ട്. അപ്പം അൺമാസ്കിംഗ് അനോമലീസ് അടക്കം അത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ഫേസ്ബുക്ക് ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമ്മൾ പറയുന്ന ചില വാദങ്ങൾ അതിന് തിരിച്ച് മറുവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതീഷ് സർ അന്ന് വന്നിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മുടെ ഒരു സംവാദത്തിലേക്ക് കളമൊരുങ്ങുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു സംവാദത്തിൽ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ യുക്തിവാദി റാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റും കൂടിയായിട്ടുള്ള പ്രതീഷ് സർ നമ്മുടെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിലും ഉണ്ട്. നമ്മൾ സംവാദത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഫോർമാറ്റ് കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്. ആദ്യം വിഷയാവതരണമാണ്. 15 മിനിറ്റ് വീതം ഇരുഭാഗത്തു നിന്നുള്ള ആളുകൾക്കും വിഷയാവതരിപ്പിക്കാനുള്ള സമയമാണ്. പിന്നെ അതിന് ശേഷം 4 അവസരങ്ങളാണ് പിന്നെ വാദങ്ങളും മറുവാദങ്ങളും ഒക്കെ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ അവസരം 10 മിനിറ്റാണ്. രണ്ടാമത്തെ അവസരം 7 മിനിറ്റ് വീതവും 3, 4 അവസരങ്ങളിൽ 5 മിനിറ്റ് വീതവുമാണ് ഉണ്ടാവുക. പിന്നെ അവസാനം നമ്മൾ ഒരു ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് ഇരുവർക്കും 10 മിനിറ്റ് വീതമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാതെ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിലുള്ള ഡിബേറ്റിലേക്ക് കടക്കുകയാണ്. വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വിഷയാവതരണത്തിന് വേണ്ടി പ്രതീക്ഷ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആധുനികത എന്ന് പറയുന്നത് ബഹുസ്വരത എന്നൊക്കെ പറയുമ്പോൾ അത് സംവാദാത്മകമാകും എന്നുള്ളതാണ് നമ്മളൊരു പുരോഗമന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ജന്മാർജിതമായ പൗരത്വമുള്ള ഇന്ത്യൻ പൗരരെന്ന നിലയിൽ നമ്മൾ സംവാദക്ഷമതയുള്ളവരും ജനാധിപത്യ ബോധമുള്ളവരും ആയിരിക്കണം. അപ്പം ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വിവക്ഷ എന്ന് പറയുന്നത് വി ആർ വൺ ബട്ട് വി ആർ നോട്ട് സെയിം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മളൊന്നാണ്, പക്ഷെ നമ്മൾ ഒരുപോലല്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ വ്യത്യസ്തരാണ്. അതായത് നമ്മൾ വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിവേചനങ്ങളൊന്നും നേരിടുന്നില്ല എന്നുള്ളതായിരിക്കണം ഒരു ജനാധിപത്യ ആധുനിക സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടന ആദർശം തന്നെ അതാണ്. അതായത് വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ അവർ ആ വ്യത്യസ്തരായതിൻ്റെ പേരിൽ വിവേചനങ്ങൾ നേരിടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റൈറ്റ്സ് എന്ന് പറയുന്നത് ബേസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ അതിന് ചരിത്രപരമായിട്ടുള്ള അങ്ങനെ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചിലേക്ക് എത്താൻ ചരിത്രപരമായ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള തീരുമാനിക്കാനുള്ള കാരണം ഇതുപോലെ സോഷ്യൽ മീഡിയ ഇടപെടലായിരുന്നു. അപ്പോൾ അത് അന്ന് ആ ചർച്ച നടന്നപ്പോൾ അത് ഒരിക്കലും വ്യക്തിപരമായ ആ ഒരു തലത്തിലേക്ക് പോകാതെ ആശയത്തിൻ്റെ പുറത്ത് നടന്ന ചർച്ചയിലാണ്. എന്നാൽ കുറച്ചുകൂടി വിപുലീകരിച്ച് ഇതൊരു സംവാദം എന്ന രീതിയിലേക്ക് ആക്കണം. പക്ഷെ സംവാദം എന്ന് പറയുമ്പോൾ അത് ഒരാളൊരു വാദം പറയുന്നു, നേരെ മറ്റേ ആൾ എതിർവാദം പറയുന്നു, അങ്ങനെ കണ്ടിക്കുന്നതിനപ്പുറം നമ്മുടെ വാദങ്ങൾ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരാണ് ഇത് കേൾക്കുന്നവർ അവരുടെ വിലയിരുത്തട്ടെ എന്നുള്ള അവരുടെ വിലയിരുത്തലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മളൊരു ഇത് പറയുമ്പോൾ ഞാനിതിന് ഇപ്പോൾ സെക്സ്, ജെൻഡർ, സെക്ഷുവൽ ഓറിയൻറ്റേഷൻ 3 പാർട്ടുണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ വെക്കുന്ന എൻ്റെ ട്രീറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. സെക്സിനെ നമ്മൾ ബ്രോഡായിട്ട്, ഇതൊരു ബ്രോഡ് ഡെഫിനിഷനാണ്. ഇതിൻ്റെ ഒരു പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ബ്രോഡായിട്ട് നമ്മൾ 3 തിരിക്കും. ഒന്ന് മെയിൽ, ഫീമെയിൽ, ഇൻ്റർസെക്സ്. ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള, അതായത് മനുഷ്യൻ്റെ ജൈവശാസ്ത്രപരമായ ഘടനകളും മറ്റു ഇതുകളും വെച്ചുകൊണ്ട് നമ്മളതിനെ സെക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ബേസിക്കലി അതൊരു ആ പേഴ്സണെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയുടെ ജെൻഡർ ഇരിക്കുന്നത്. അത് പേഴ്സണൽ ഐഡൻറ്റിറ്റി ഈ പേഴ്സണൽ ഐഡൻറ്റിറ്റി നിൽക്കുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിലൂടെയാണ്. ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പല ഘടകങ്ങളോട് ചേർന്നിട്ടാണ്. അതിൽ ബയോളജിക്കലാണ് എന്നും പറയുന്ന വാദങ്ങളുണ്ട്. പിന്നീട് അതല്ല സോഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രമാണ് എന്ന് പറയുന്നവരുണ്ട്. രണ്ടും കൂടി ചേർന്നാണെന്നും പറയുന്നവരുണ്ട്. അങ്ങനെ പല വിധങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നാണ് ജെൻഡറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്സ്, ജെൻഡർ. ഇനി സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് ആരോടാണ് പ്രണയം തോന്നുക എന്നുള്ളതാണ് സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3നെയും 3ആയിട്ട് തന്നെ കാണാം. പലരും ഇവിടെ സെക്സിനെയും ജെൻഡറിനെയും മാറ്റിയും തിരിഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. എന്ന് മാത്രമല്ല ഒരു വ്യക്തിയുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷനെ വെച്ചുകൊണ്ട് ആ ഓറിയൻറ്റേഷനെ വെച്ചുകൊണ്ട് ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രവണതകളും കാണാറുണ്ട്. ഇത് 3ആയിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് ഒരു വാദം. ഇതാണ് എൻ്റെ സയൻറ്റിഫിക് ബേസിസിൽ പറയുകയാണെങ്കിൽ ഇതിങ്ങനെയാണ്. അപ്പം സെക്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 തരം: മെയിൽ, ഫീമെയിൽ, ഇൻ്റർസെക്സ്. ഇത് ബ്രോഡർ ഡെഫിനിഷനാണ്. ഇത് ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി
തൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്താണോ അതുമായി ചേർന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ അതിനെ ആൾ സിസ് ജെൻഡർ എന്നും പറയും. പിന്നെ അതല്ലാതെ ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് ട്രാൻസ്ജെൻഡർ എന്നും പറയും. പിന്നെ ഇതിൽ ചിലർ അവർക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും, അതായത് ഞാൻ ഏത് ജെൻഡറിൽ ഇരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാത്ത ആ അവസ്ഥയിലുള്ള ചില ആൾക്കാരുകളുണ്ട്. അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതൊരു സയൻസ് ബേസ്ഡ് സയൻസ് ആൻഡ് സോഷ്യോളജി ബേസ്ഡ് അപ്രോച്ചാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രോഡർ ഡെഫിനിഷൻ. ഇനി ഇത് ഒന്ന്. രണ്ട്, ഇനി മറ്റൊരു കാര്യം, ഇനി ഇത് റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സഹസമ്പാദനായിട്ടുള്ള ആളൊരു ഇസ്ലാമിക് ബിലീവർ ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു കാര്യത്തെ വിശദീകരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു വിമർശനം ഉണ്ടെങ്കിലും അത് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഒരാളുടെ റൈറ്റ്സിനെ, അവരുടെ ഇഷ്ടത്തെ, താല്പര്യത്തെ ഇകഴ്ത്തിക്കൊണ്ടോ ഹനിച്ചുകൊണ്ടോ ഇല്ലാതാക്കിക്കൊണ്ടോ നമ്മുടെ വിമർശനങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെൻഡർ എന്നത്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജെൻഡർ ബ്രോഡർലി ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു ആശയ സംവാദ രൂപത്തിലായിരിക്കണം. അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ബൈനറി മാത്രമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന്, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് സയൻസ്, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഈവൻ ദ റിലീജിയസ് ബിലീഫ് സിസ്റ്റം എന്നുള്ളതാണ് ഞാനവിടെ ആദ്യത്തെ എൻ്റെ പോയിൻറ്റ്. പിന്നെ യു ക്യാൻ ബി ഇപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് ആൻറ്റി മുസ്ലിം ആയിരിക്കാനുള്ള റൈറ്റ് ഉള്ളതുപോലെ തന്നെ ഒരു ആൻറ്റി ബൈനറി കൺസെപ്റ്റുള്ള ആളായിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ റൈറ്റ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഈ സമൂഹത്തിൽ വിവേചനങ്ങൾ നേരിടുമ്പോൾ ആ വിവേചനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കണം. ഫ്യൂൽ ചെയ്യുന്ന രീതിയിൽ, അതായത് അവർക്കെതിരെയുള്ള ഫോബിയയ്ക്ക് ഫ്യൂവൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കണം. അത് നിങ്ങളുടെ സോഷ്യൽ എറ്റിക്കറ്റിനെതിരാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ തന്നെ ബിലീഫ് സിസ്റ്റത്തിന് പോലും എതിരാണ് എന്നുള്ളത് ഈവൻ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളും നിങ്ങളെ അത് പറയുന്നുണ്ട്. മതം ശരിയാണോ അല്ല എന്നുള്ള ഇവിടുത്തെ വിഷയം അല്ലാതെ അതിലോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ജെൻഡർ. പിന്നെ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വ്യത്യസ്തരായിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ വിവേചനങ്ങൾ നേരിടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ജെൻഡർ ഡെഫിനിഷൻസും ജെൻഡർ ചർച്ചകൾ തന്നെ പലപ്പോഴും ഈ വിവേചനങ്ങൾ ആക്കം കൂട്ടുന്ന രീതിയിലാണ് പോകുന്നത്. എങ്ങനെയാണോ ഇസ്ലാം മത വിമർശനം ആൾറെഡി നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിക്ക് ഫ്യൂൽ ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് പോകുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ജെൻഡർ ചർച്ചകളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ആൾറെഡി നിലനിൽക്കുന്ന ക്യൂർ ഫോബിയയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള, അതിനു വേണ്ടിയിട്ടുള്ള തീകോരി ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പല ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള സാധനം. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് അവർ തൻ്റെ ജെൻഡർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എന്നുള്ളത് അത് റൈറ്റാണ്. ഇനി നിങ്ങൾ സയൻസിനെ നിങ്ങൾ അറിവിൻ്റെ ഒരു മാർഗ്ഗം അംഗീകരിക്കുന്നില്ല എങ്കിൽ അപ്പോൾ അവർ ഇൻഡിവിജ്വൽ ഒരു സോഷ്യോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അംഗീകരിക്കേണ്ടത്. ഇത് രണ്ടും അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റിലീജിയസ് ബിലീഫ് സിസ്റ്റം ഉണ്ട്, അതും നിങ്ങളെ അതായത് നിങ്ങൾക്ക് അങ്ങനെ എതിരായിരിക്കാനുള്ള അവകാശം ഉള്ളപ്പോൾ തന്നെ ഹേറ്റ് പറയാതിരിക്കുക എന്നുള്ളതാണ്, ആ വ്യക്തിയുടെ റൈറ്റിനെ മാനിക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ സാധനം. അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് ആ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സ് പറയാൻ ആ കമ്മ്യൂണിറ്റിക്ക് റൈറ്റ് ഉണ്ട്. അതായത് എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടത് ഇതാണ് എന്ന് കമ്മ്യൂണിറ്റി റൈറ്റ്സ് പറയാനുള്ളത്. അത് ഗ്രൂപ്പ് റൈറ്റാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന എപ്പോഴും ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ തന്നെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉള്ളപ്പോൾ തന്നെ ഈ ഇൻഡിവിജ്വൽ പെടുന്ന ഗ്രൂപ്പ് റൈറ്റ്സും ഇന്ത്യ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മൈനോറിറ്റി റൈറ്റ്സ്, സെക്ഷൽ മൈനോറിറ്റി റൈറ്റ്സ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റൈറ്റ്സ് പോലുള്ള റൈറ്റ്സുകൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഗ്രൂപ്പിൻ്റെ പേരിൽ കിട്ടുന്നതാണ്. അതായത് സ്വാഭാവിക നീതി കിട്ടുന്ന ഒരു സമൂഹം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തരായതുകൊണ്ട് തന്നെ വ്യത്യസ്തരായിരിക്കുമ്പോൾ വിവേചനങ്ങൾ വ്യത്യസ്തരായതുകൊണ്ട് മാത്രം വിവേചനം നേരിടുന്നത് കൊണ്ട് ഭരണഘടന അതിന് ഒരു കറക്റ്റീവ് മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ മാനിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ബേസിക്കായിട്ട് പറയാനുള്ള ഒരു കാര്യം. വിഷയാവതരണം പ്രതീഷ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് 15 മിനിറ്റ് ബാസിൽ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇവിടെ ജെൻഡർ, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി, സെക്സ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉള്ള ഒരു 2 തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മളൊരു ഫേസ്ബുക്കിലുള്ള വളരെ മാന്യമായൊരു ചർച്ചയാണ് ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതലായി നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും കൂടുതലായി നടക്കുന്നത്. ആദ്യമായി ഞാനൊരു ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൂടിയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. അതല്ലാതെ സോഷ്യലി തന്നെ ഇത്തരത്തിലുള്ള പൊസിഷൻ എടുക്കുന്ന ആളുകളുണ്ട്. പൊതുവിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും മതപരമായിട്ടും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ
ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടും സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ഖുർആനിലൊരു ആയത്ത് ഒന്ന് കോട്ട് ചെയ്ത് തുടങ്ങുകയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമും ഹബീർ. ഇതാണ് ആ ആയത്ത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ദൈവം പറയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ളത് അത് ലിതആറഫു, നിങ്ങൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതരെന്ന് പറയുന്നത് അത് ഇന്ന ജെൻഡറായി അല്ലെങ്കിൽ ഇന്ന കുലത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന നിറമുള്ളവരായി അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടു എന്നുള്ള ഒന്നുമല്ല നിങ്ങളെ ഉന്നതരാക്കുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായി ജീവിക്കുന്നവരാരോ ആണോ അവരാണ് ഉന്നതർ. അല്ലാഹു അലീമുൻ ഹബീർ, അള്ളാഹു എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ ഇസ്ലാമികമായ പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി റിലീജിയസ് പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജെൻഡറിൽ പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുലത്തിൽപ്പെട്ടു ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും ഒരു ഉന്നതിയുടേതോ അല്ലെങ്കിൽ ഒരു അധമത്വത്തിൻ്റേതോ ഒരു നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനമല്ല എന്നുള്ളതാണ് ഇസ്ലാം കാണുന്നത്. അത് ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ, നിങ്ങൾ മനുഷ്യരാണ്. ആ മനുഷ്യരിൽ ചില വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, കറുത്തവൻ വെളുത്തവൻ ഇങ്ങനെയുള്ള ജാതിപരമായിട്ടുള്ള ഏതാകട്ടെ, ആഫ്രിക്കക്കാരനാകട്ടെ അമേരിക്കക്കാരനാകട്ടെ, എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരിലുള്ള വ്യത്യസ്തതകൾ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഉന്നതരാകുന്നത്? നിങ്ങൾ നല്ലത് ചെയ്താൽ, നല്ലവരായാൽ, നിങ്ങൾ തഖ്വയുള്ളവരായാൽ എന്ന് വെച്ചാൽ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചാൽ നിങ്ങൾ ഉന്നതരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അധമരാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരിക്കലും ജന്മം കൊണ്ട് ഒരാളും ഉന്നതരോ അധമനോ ആകുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ഇക്വാലിറ്റിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ലിംഗസ്വത്വങ്ങൾ രണ്ടായിക്കൊണ്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ മതപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആണ് പെണ്ണ് എന്ന് പറയുന്ന ലിംഗസ്വത്വങ്ങളാണ് അടിസ്ഥാനപരമായി ഉള്ളത്. എന്ന് വെച്ചാൽ നേരത്തെ പ്രതീഷ് സാർ പറഞ്ഞ വേറെ കുറേ കാര്യങ്ങൾ അതിനെല്ലാം പൂർണ്ണമായി നെഗേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള ആൾക്കാരില്ല, അങ്ങനെ അവർക്കുള്ള ഒരു അടിസ്ഥാന റൈറ്റ്സും ഇല്ല, ഇതൊന്നും അല്ല പറയുന്നത്. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യൻ ആണും പെണ്ണുമാണ്, രണ്ട് ലിംഗസ്വത്വങ്ങളാണുള്ളത്. എന്നാൽ വേരിയേഷൻസ് പോസിബിളാണ്. അതിൽ പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവാം. ഒന്നുകിൽ ബയോളജിക്കൽ വേരിയേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വേരിയേഷൻസ് ഉണ്ടാവാം. ഈ ആണ് പെണ്ണ് എന്നുള്ള അടിസ്ഥാന ലിംഗസ്വത്വങ്ങളിൽ നിന്നുള്ള ബയോളജിക്കൽ വേരിയേഷൻസിനെയാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അതായത് ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് ലിംഗസ്വത്വങ്ങളാണുള്ളത്. അതിൽ നിന്നും ബയോളജിക്കലായ ചില വേരിയേഷൻസ്, ചില ക്രോമസോമൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ട്, ബയോളജിക്കലായ പല ഓർഗൻസിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, ചിലപ്പോൾ രണ്ട് ഓർഗൻസും ഉണ്ടാവും. അത് ഒന്ന് ചിലപ്പോൾ ഉള്ളിലായിരിക്കും, വേറൊന്ന് പ്രകടമായിരിക്കും. അങ്ങനെയുള്ള പല പല വ്യത്യാസങ്ങൾ കൊണ്ട്, ബയോളജിക്കലായ വ്യത്യാസങ്ങൾ കൊണ്ട് വേരിയേഷൻസ് ഉണ്ടാവാം. ആ വേരിയേഷൻസ് ഉള്ളവരെല്ലാവരും മോശക്കാരാണ്, അവരൊക്കെ എന്താ പറയുക, അവർക്ക് റൈറ്റ്സ് ഇല്ലാത്തവരാണ്, ഒന്നുമില്ല. അവർ നമ്മൾ സാധാരണ ലിംഗസ്വത്വത്തിൽ നിന്നും ചെറിയ വേരിയേഷൻസ് ഉള്ളവരാണ്. ദാറ്റ്സ് ഓൾ. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം കൃത്യമായി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഫിഖ്ഹിൽ നമ്മൾ ഇൻ്റർസെക്സ് എന്ന് വെച്ചാൽ ഈ ബയോളജിക്കൽ വേരിയേഷൻസിനെ ഹുൻസകൾ എന്നുള്ളതാണ് വിളിക്കുക. ഹുൻസകൾ എന്ന് പറയുന്നവരെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ ഇസ്ലാമിൽ കാണാൻ പറ്റും. അവരെ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ റൈറ്റ്സ് പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവരെങ്ങനെയാണ്? അതേപോലെ തന്നെ അവർക്ക് സർജറി പോസിബിൾ ആണെങ്കിൽ എങ്ങനെ സർജറി നടത്തണം? ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്കതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കാണാൻ സാധിക്കും. സോ ഇസ്ലാം കൺസിഡേർഡ് ദാറ്റ് വേരിയേഷൻസ്, ബയോളജിക്കൽ വേരിയേഷൻസിനെ പ്രത്യേകമായി തന്നെ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള വേരിയേഷൻസ്, ഈ പറഞ്ഞ രൂപത്തിൽ ഈ അടിസ്ഥാന ലിംഗസ്വത്വം ആണിൻ്റേതായിരിക്കുമ്പോഴും പെണ്ണായി തോന്നുക, പെണ്ണിൻ്റേതായിരിക്കുമ്പോഴും ആണായി തോന്നുക, അല്ലെങ്കിൽ പൂർണ്ണമായി ചിലപ്പോൾ ഒരു ആണായി ജീവിക്കുമ്പോൾ തന്നെ സ്ത്രൈണത ഉണ്ടാവുക, പെണ്ണായി ജീവിക്കുമ്പോൾ തന്നെ പൗരുഷമുണ്ടാവുക, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഇറ്റ്സ് പോസിബിൾ. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി വേരിയേഷൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരിക്കലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫീമെയിൽ ട്രെയ്റ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ കളിയാക്കുവാനോ അല്ലെങ്കിൽ അവരെ മോക്ക് ചെയ്യാനോ അവരോട് വയലൻസ് നടത്താനോ ഉള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിസ്ഥാനവുമായിട്ടും ഇസ്ലാം കൺസിഡർ ചെയ്യുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബിയുടെ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു വ്യക്തി, അദ്ദേഹം ഒരു പുരുഷനായിരുന്നു, അദ്ദേഹത്തിന് സ്ത്രൈണത ഉണ്ടായിരുന്നു.
അപ്പോൾ ആ സ്ത്രൈണതയുള്ള ഒരു പുരുഷനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി മുഹമ്മദ് നബി എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഇവർ സ്ത്രൈണതയുള്ള ഒരു പുരുഷനാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്ര ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ അയാളപ്പം തന്നെ പുറത്താക്കണം, അല്ലെങ്കിൽ അയാൾക്ക് റൈറ്റ്സ് ഇല്ല എന്നല്ല. മറിച്ച് ഇസ്ലാമിൽ ഓൾറെഡി തന്നെ എന്തുണ്ട്, ആണും പെണ്ണും തമ്മിലുള്ള സെപ്പറേഷൻസിന് ചില അതിർവരമ്പുകളുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഇൻട്രാക്ഷൻസിന് ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകളിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് മുഹമ്മദ് നബി അയാൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അയാൾക്ക് സ്ത്രൈണത ഉണ്ട്. അപ്പോൾ സ്ത്രീകളോട് കുറച്ചുകൂടി കൂടുതൽ ഇടപഴകാനുള്ള സാധാരണ പുരുഷന്മാർക്ക് ഇല്ലാത്ത റൈറ്റ്സ് അവർക്ക് കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, മുഹമ്മദ് നബി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ പേഴ്സണാലിറ്റി വേരിയേഷൻസിനെ പ്രത്യേകമായി തന്നെ കൺസിഡർ ചെയ്യുകയാണ് മുഹമ്മദ് നബി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ പേഴ്സണാലിറ്റി വേരിയേഷൻസ് ഒരിക്കലും ഒരു തരക്കും കൺസിഡർ ചെയ്യാത്ത അത്തരത്തിലുള്ളൊരു ഐഡിയോളജി അല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാം. എന്നാൽ അതേ സമയത്ത് ഇതിൻ്റെ തന്നെ ഈ ഹദീസിൻ്റെ തന്നെ തുടർച്ചയായി, ഈ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട് വേറൊരു കാര്യം കൂടി നമുക്ക് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഈ വ്യക്തി അദ്ദേഹം സ്ത്രീകളോട് കൂടുതൽ ഇടപെട്ടു, എന്നാൽ അതേ സമയത്ത് അയാൾ ബയോളജിക്കലി പുരുഷനുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് കഴിയുമ്പം ചില സ്ത്രീകൾ പരാതിയുമായി വരികയാണ്. ഈ വ്യക്തി സ്ത്രീകളോട് കൂടുതൽ ഇടപെടാൻ ഉള്ള ഒരു റൈറ്റ് കിട്ടിയ ആ വ്യക്തി സ്ത്രീകളുടെ അവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കുറച്ചും കൂടി സെക്ഷലി ആയിട്ടുള്ള കവിതകൾ എഴുതുന്നതായിട്ട് കാണാൻ. അപ്പോൾ മുഹമ്മദ് നബി എന്ത് ചെയ്യാണ്, അവിടെ ചില റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് വെക്കണം എന്ന രൂപത്തിലേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒരേ സമയത്ത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി വേരിയേഷൻസിനെ കൺസിഡർ ചെയ്യുകയും ചെയ്തു, എന്നാൽ അതേ സമയത്ത് അത് സോഷ്യലി ഒരു പ്രശ്നമായി മാറുന്നതിനെ അവിടെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഈ ഒരു പിന്നെന്താ പറയുക, കുറച്ചും കൂടി ബാലൻസ്ഡ് ആയൊരു പൊസിഷനാണ് ഇസ്ലാം, പ്രത്യേകിച്ച് മതം ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെയാണ് എന്തുകൊണ്ട് പിന്നെ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ, ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ, ഇവരെയൊക്കെ ബയോളജിക്കൽ വേരിയേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കൽ വേരിയേഷൻസ്, പേഴ്സണാലിറ്റി വേരിയേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു? അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇതൊരു ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മോഡേൺ ഐഡിയ ആണ്. ആ ഐഡിയയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി തന്നെ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡറുകൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇൻ്റർസെക്സ് ആയ ആളുകൾ, ഇവരൊക്കെ ഓൾറെഡി ഈ സൊസൈറ്റിയിലുണ്ട്. ആ ഓൾറെഡി ഉണ്ട്, അവർ ജീവിച്ചു പോരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ അതിനെ തിയറൈസ് ചെയ്തുകൊണ്ട് ഇതിനെ തിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം സെക്സ് പോലെയുള്ള പുതിയ ഐഡിയ ഉണ്ടാക്കുകയും അതിനാകട്ടെ നോ സയൻറ്റിഫിക് ബേസ്, ഒരു സയൻറ്റിഫിക് ബേസും ഇല്ലാതെ സെക്സുമായി യാതൊരു നിലക്കും ബന്ധപ്പെടാത്തതാണ് ജെൻഡർ. ഒരേ സമയത്ത് ഒരാളുടെ സെക്സ് ഒന്നായിരിക്കുമ്പോഴും അതിനോട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ജെൻഡർ അയാൾക്ക് ഉണ്ടാകാം എന്ന രൂപത്തിലുള്ള ലോജിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി ഒരു ബാക്കിങ്ങും ഇല്ലാത്ത ഐഡിയകൾ ഉണ്ടാക്കുകയും അതിൻ്റെ അനുസരിച്ച് ഉള്ള ചില തിയറികൾ രൂപീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ജെൻഡർ പൊളിറ്റിക്സിനോടുള്ള നമ്മുടെ അടിസ്ഥാനപരമായ വിയോജിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്മ്യൂണിറ്റികൾ പല രൂപത്തിൽ ഇവിടെ ജീവിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്രക്കാരായ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈവൻ ഇപ്പം നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ആണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന ഒരു പെണ്ണ് എന്നുള്ളതിനോട് പിന്നെ മോറലി നമുക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഓൾറെഡി എന്തുണ്ട്, സൊസൈറ്റിയിലുണ്ട്. നമ്മളാരും അവരെ കയറി ഇടപെടാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പറയാനോ നിൽക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ജെൻഡർ പൊളിറ്റിക്സ് അത് ഒരു തിയറിയായി വരികയും അത് സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ തിയറൈസ് ചെയ്തുകൊണ്ട് ഈവൻ സ്കൂളുകളിലേക്ക് പോലും അതുപോലെ തന്നെ സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമെല്ലാം അത് പ്രചരിപ്പിക്കുകയും അത് കുട്ടികളിലേക്കടക്കം അത് ഇറക്കി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുമ്പോൾ അത് പല രൂപത്തിലുള്ള കൺഫ്യൂഷൻസിലേക്കടക്കം എത്തുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിയോജിപ്പ്. ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു അടിസ്ഥാനപരമായി ലിംഗസ്വത്വം ആണിൻ്റേതാണെങ്കിലും നിങ്ങളൊരു പക്ഷേ പെണ്ണായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, നക്ഷത്രങ്ങളുണ്ടല്ലോ, അത്രയും ജെൻഡറുകളുണ്ട്, അപ്പോൾ നിങ്ങളതിലേതുമാകാം. ഇങ്ങനെയുള്ള ഒരു തരക്കുള്ള സയൻറ്റിഫിക് ബാക്കിങ്ങും ഇല്ലാത്തൊരു കാര്യം, അതുകൂടിയാണ് നമുക്കൊരു പ്രയാസം എന്ന് പറയുന്നത്. എന്തെങ്കിലും സയൻറ്റിഫിക് ബാക്കിംഗ് ഉള്ളൊരു കാര്യമാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ അതുപോലും ഇല്ലാത്തൊരു കാര്യം എന്ത് ചെയ്യാണ്, കുട്ടികളോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സ്വത്വത്തിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് സ്കൂൾ സിലബസുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ വളരെയധികം ഈ ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെയധികം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കേവലമായിട്ടൊരു യാദൃച്ഛികമായി നടക്കുന്ന ഒരു പ്രക്രിയയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ കമ്മൗട്ട് ചെയ്തതോ അല്ല, മറിച്ച് വളരെ വ്യാപകമായിട്ട് അതിൻ്റെ എണ്ണം ഓരോ കാലം കഴിയുമ്പോഴും അതിനെ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനോടുള്ളൊരു വിയോജിപ്പതാണ്.
സമൂഹത്തിലേക്ക് അത് തിയറൈസ് ചെയ്തുകൊണ്ട് കുട്ടികളിലേക്കടക്കം അടിച്ചേൽപ്പിക്കുകയും അതേപോലെ തന്നെ അത് നോർമലൈസ് ചെയ്യുകയും അങ്ങനെ ആളുകളെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥക്കാണ് നമ്മൾ എതിരായിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ എങ്ങനെയെങ്കിലും ജീവിക്കുന്നു, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ധാർമ്മിക അടിസ്ഥാനങ്ങളുണ്ട്, അതിന് വിരുദ്ധമായി ജീവിക്കാനും ഇവിടെ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതവർ ചെയ്തോട്ടെ. അതിൽ നമ്മൾ പക്ഷേ അത് മൊത്തത്തിൽ തന്നെ സ്കൂൾ സിലബസുകളിലേക്കും അതുപോലെ തന്നെ നോർമലൈസ് ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ എതിരായിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഒരു മൊറാലിറ്റി പറയാൻ പോലും പാടില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം അടക്കം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ LGBTQIA+ എന്ന് പറയുമ്പോൾ അതൊരു അംബ്രല്ല ടേമാണ്. അതിൽ ബയോളജിക്കൽ വേരിയേഷൻസ് ഉണ്ട്, സൈക്കോളജിക്കൽ വേരിയേഷൻസ് ഉണ്ട്, സെക്ഷുവാലിറ്റി വേരിയേഷൻസ് ഉണ്ട്, എല്ലാം അടങ്ങുന്നതാണ്. ഈ സെക്ഷുവാലിറ്റി വേരിയേഷൻസിൽ പെട്ടതാണ് ഈ പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സ്വന്തം ലിംഗത്തോട് തന്നെയുള്ള ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതെല്ലാം ഒരു പാക്കേജ് ആയിക്കൊണ്ടാണ് വരുന്നത്. അവിടെ സ്വാഭാവികമായിട്ടൊരു മതവിശ്വാസി എന്നുള്ള നിലക്ക് പിന്നെ അടിസ്ഥാനപരമായി ലൈംഗികതയുടെ ഒരു ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. ബേസിക് പർപ്പസ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലൈംഗികതക്ക് റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് ലൈംഗികത എന്നല്ല നമ്മൾ പറയുന്നത്. ബേസിക് പർപ്പസ് റീപ്രൊഡക്ഷനാണ്. അപ്പം ബേസിക് പർപ്പസ് മീറ്റ് ചെയ്യാത്ത ഒരു കാര്യം, അത് മനുഷ്യപ്രകൃതിയിൽ ലൈംഗികത എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ പറഞ്ഞ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തേക്കും അതിന് ലക്ഷ്യങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട്. എന്നാൽ ആ ബേസിക് പർപ്പസ് പോലും മീറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ലൈംഗികതകൾ, അത് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ പ്രകൃതത്തിന് വിരുദ്ധമായ ഒരു കാര്യം. മനുഷ്യപ്രകൃതം എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയാണ് സ്വാഭാവികം എന്നുള്ള മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊറാലിറ്റി ഇവിടെ പറയാൻ തന്നെ പാടില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നിടത്താണ് അടിസ്ഥാനപരമായുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ ജനാധിപത്യമാണ്, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇഷ്ടമുള്ളതുപോലെ പറയാം. എങ്കിൽ ഇവിടെയുള്ള സൊസൈറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വവർഗരതി തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ്റെ ധാർമ്മികത പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് ഫോബിയയാകും. എങ്ങനെയാണ് അത് ഫോബിയ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫോബിയ എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു മുസ്ലിം വിരുദ്ധമായ ഫോബിയ, ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായും ഇസ്ലാമോഫോബിയ ഉണ്ട്. അതേപോലെ അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള ഒരു വംശീയമായ ഒരു വിവേചനം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു സ്വവർഗരതി തെറ്റാണെന്ന് പറയുമ്പോഴേക്കും അത് ഫോബിയ എന്ന് പറയാൻ. സ്വവർഗരതി തെറ്റാണെന്ന് വെച്ചാൽ ഒരു മോറൽ കോഡിനോട് അല്ലെങ്കിൽ മോറൽ ഫ്രെയിംവർക്കിനോട് നമ്മൾ വിയോജിക്കുകയാണ്. ശരിയാണ്, സ്വവർഗരതി ശരിയാണെന്ന് പറയാൻ അവർക്ക് അവരുടേതായ പലതരത്തിലുള്ള ന്യായങ്ങളുണ്ടാവും. പക്ഷേ ആ പലതരത്തിലുള്ള ന്യായങ്ങൾ ഞങ്ങൾക്കത് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഓക്കെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള വാദങ്ങളുണ്ട്, എന്നാലും ഞങ്ങൾ അതിനോട് വിയോജിക്കുന്നു എന്ന് പറയുന്നു. ആ വിയോജിപ്പ് പോലും ഫോബിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ പറയുകയാണ് ഇസ്ലാം ചില മോറൽ പൊസിഷൻസ് എടുക്കുന്നുണ്ട്, ഇസ്ലാം ഇന്നത് ശരിയാണെന്നും ഇന്നത് തെറ്റാണെന്നും പറയുന്നുണ്ട്. ആ തെറ്റാണെന്നും ശരിയാണെന്നും പറയുന്നതിനോട് വിയോജിക്കുന്ന ഒരാളൊക്കെ ഇസ്ലാമോഫോബിക് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാവും. അതായത് ഇസ്ലാം പറയുന്നുണ്ട് വ്യഭിചരിക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പാടില്ല. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പാടുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ എന്താണ്? ഇസ്ലാം പറയുന്ന മൊറാലിറ്റിയോട് വിയോജിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പാടുണ്ട് എന്ന് പറയുന്നവരെല്ലാം ഇസ്ലാമോഫോബിക്കാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് ഫൂളിഷ്നെസ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ നമ്മളുടെ മൊറാലിറ്റിയോട് വിയോജിക്കാനുള്ള അവകാശങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? LGBT കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങളുള്ളവരോ ഒക്കെ പറയുന്നത് ശരി, ഹോമോ സെക്ഷുവാലിറ്റി ആവാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളാവാം എന്നവർ വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ, അവർക്കത് വിശ്വസിക്കാം, അവരുടെ മോറൽ ഫ്രെയിംവർക്ക് അതാണ്. ഇനി അതിന് പുറത്ത് അതിനോട് വിയോജിച്ചുകൊണ്ട് ഒരാൾ വരികയാണ്, പറ്റൂല, ഞങ്ങളുടെ ധാർമ്മികതയുടെ ഫ്രെയിംവർക്ക് അനുസരിച്ച് അത് തെറ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ പിന്നെ ആ ഇടപാടുകളിലേക്കൊന്നും കയറി വന്നുകൊണ്ട് അവിടെ വയലൻസ് ഉണ്ടാക്കാനൊന്നുമല്ല, അതിലേക്ക് ഇടപെടുകയല്ല, മറിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാണ്, അടിസ്ഥാനപരമായി അത് തെറ്റാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ വിശ്വസിക്കുന്നത് തന്നെ എന്താണ്? ഫോബിയാണ് എന്ന് പറയാൻ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാളുടെ മോറൽ ഫ്രെയിംവർക്കിനോട് വിയോജിക്കൽ തന്നെ ഫോബിയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഇങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടി വരും. കാരണം എല്ലാവർക്കും വിയോജിപ്പുകൾ ഉണ്ടാവും. വിയോജിപ്പുകളെ ഫോബിയാക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനോടാണ് ഞങ്ങൾ വിയോജിപ്പ് പറയുന്നത്. ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പിന്നെ സ്വകാര്യതകളിലേക്ക് കയറിക്കൊണ്ട് എന്തെങ്കിലും ഇടപെടുകയോ അല്ലെങ്കിൽ പിന്നെ അവിടേക്ക് വയലൻസ് കൊണ്ടുവരികയോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചില മോറൽ ഫ്രെയിംവർക്കുകളുണ്ട്, അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ലെങ്കിലും അത് പറയാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഐഡിയാസ് ആവാം, അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. നിങ്ങൾ പുരോഗമനമായി മനസ്സിലാക്കുന്ന കാര്യം ഞങ്ങൾ പുരോഗമനമായി മനസ്സിലാക്കുന്നില്ല, അതാണ് അടിസ്ഥാനപരമായ വിയോജിപ്പ്. അപ്പം അത് ഒരിക്കലും ഫോബിയ ആവുകയില്ല എന്നുള്ളതാണ്
മൊത്തത്തിലുള്ള ഒരു പിന്നെ ഒരു വിഷയത്തിൻ്റെ തുടക്കമായിക്കൊണ്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയാവതരണങ്ങൾ 2 ഭാഗത്തു നിന്നുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ വാദങ്ങളിലേക്കും പ്രതിവാദങ്ങളിലേക്കും കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ റൗണ്ടിന് 10 മിനിറ്റാണ്, 10 മിനിറ്റ് വീതമാണ്. പ്രതീഷ് സാറ് സംസാരിക്കും. ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ ആ ബഹുസ്വര സമൂഹത്തിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ റിലീജിയസ് മോറൽ കോഡ് പറഞ്ഞൂടെ എന്നുള്ളതാണ് ഉയരുന്ന ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അത് പറയാം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെയും അവസാനത്തെ ഉത്തരം. അത് പറയണം എന്നുള്ളതാണ്. അത് ഒരു സമൂഹം ബഹുസ്വരം ആണ് എങ്കിൽ അവർക്ക് അവരുടെ റിലീജിയസ് മോറൽ കോഡ് പറയാനുള്ള അവകാശമുണ്ട്, അത് പറയണം എന്നുള്ളതാണ്. ആ പറയുന്ന അവകാശത്തോടൊപ്പം നമ്മൾ മാനവികവാദികൾ ഒപ്പം നിൽക്കുകയും വേണം. ഇനി ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നത് നന്മയാണ് എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരും. അതായത് ഇപ്പം ദൈവം പറഞ്ഞു ഇന്ന കാര്യം നന്മയാണ് എന്ന് പറഞ്ഞു, അപ്പോൾ ഇന്ന കാര്യം നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാലങ്ങൾക്ക് മുമ്പ് ചെയ്ത പല ധാർമ്മികമെന്നും നല്ലത് എന്നും പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ഒരു കുറ്റമാണ്. ഇപ്പോൾ പുരാണത്തിലായാലും പൗരാണിക കഥകൾ നോക്കിയാൽ അന്ന് ചെയ്തിരുന്ന ദൈവമെന്ന് വിശ്വസിക്കപ്പെട്ട ചില ആളുകൾ ചെയ്ത പല പ്രവൃത്തികളും ഇന്ന് ഇന്ത്യയിൽ അത് കുറ്റമാണ്. അത് മോറലി റോങ് ആണ്. മോറലി മാത്രമല്ല, ലീഗലി സോഷ്യലി ഒക്കെ റോങ് ആണ്. അപ്പോൾ അത് ഈ പറയുന്ന ഈ നന്മകൾ എന്നൊക്കെ പറയുന്നതും ഈ കാലദേശത്തിനനുസരിച്ച് മാറുന്ന സംഗതികളാണ്. പിന്നെ ഇതിൽ ഈ ട്രാൻസ്ജെൻഡറിസം, ഇൻ്റർസെക്സ് എന്നൊക്കെ പറയുന്നത് വേരിയേഷനാണ് എന്നുള്ളത് ഒരു തെറ്റായ ആർഗ്യുമെൻ്റാണ്. അത് വേരിയേഷൻ അല്ല, ദാറ്റ്സ് എ നോർമൽ തിങ്. അതായത് ഒരു വ്യക്തി ട്രാൻസ് പേഴ്സൺ ആകുന്നത്, അല്ലെങ്കിൽ ട്രാൻസ് മെയിൽ അല്ലെങ്കിൽ ട്രാൻസ് ഫീമെയിൽ ആകുന്നത് ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ളതാണ്. അത് നോർമലാണ് എന്നുള്ളതാണ്. അത് വേരിയേഷൻ, എന്തിൻ്റെങ്കിലും വേരിയേഷൻ അല്ല. അത് ഈ പറഞ്ഞ പോലെ ഈ റിലീജിയസ് മോറൽ കോഡിൽ സ്ത്രീയും പുരുഷനും മാത്രമാണ് എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു ചിന്തയാണ്. എന്തോ വേരിയേഷൻ കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായി ബയോളജി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നില്ല. വേരിയേഷൻ അല്ല, ദാറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇസ്ലാമിക സൂക്തമൊക്കെ പറയും. ഇസ്ലാമിനെ കുറിച്ചുള്ള എൻ്റെ അറിവ് വളരെ പോരായതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പിന്നെ ഇവിടെ പറയുന്ന ഈ പൗരുഷം എന്താണ്, സ്ത്രൈണത എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ബേസിക്കലി നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് പാട്രിയാർക്കിയിലാണ്. അതായത് പുരുഷാധിപത്യ സമൂഹത്തിലാണ് നിൽക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെടുന്ന കോഡുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ ആൾറെഡി ഉണ്ടായ കോഡുകളെ പുരുഷന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിച്ച് പുരുഷാധിപത്യം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ബേസിക്കലി മതത്തെക്കാൾ ഉപരി പുരുഷാധിപത്യമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അതുകൊണ്ടാണ് ഈ സ്ത്രൈണത, പൗരുഷം എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈവൻ ഒരു ട്രാൻസ് പേഴ്സൺ ആയാലും അവരൊരു പ്രത്യേക ഇതിലേക്ക് മാറാൻ അവർ നിർബന്ധിക്കപ്പെടുന്നത് ഇവിടെ പുരുഷാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ പുരുഷാധിപത്യം ഇല്ല എങ്കിൽ ഒരു ഓപ്പൺ സൊസൈറ്റിയായി മാറുകയെങ്കിൽ, ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഓപ്പൺ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അഴിഞ്ഞാട്ട പിന്നെ അരാജക സമൂഹമായിട്ട് ആണ് പലപ്പോഴും മതവിശ്വാസികളടക്കം വിലയിരുത്തുന്നത്. അങ്ങനെയല്ല. നേരത്തെ നമ്മൾ പറയപ്പെടുന്ന പോലെ ലിബറലിസം എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. ആർട്ടിക്കിൾ 25 ലിമിറ്റഡ്. അവിടെ ചില പൊതുമര്യാദകൾ, പൊതുവായിട്ടുള്ള ചില പബ്ലിക് ഓർഡറുകളുണ്ട്. അതനുസരിച്ചായിട്ടാണ്, അതിനകത്ത് ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിബറൽ വാല്യൂ ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയായിരിക്കണം ഒരു ആധുനിക പുരോഗമന ബഹുസ്വര സമൂഹത്തിലും വേണ്ടത്. അപ്പോൾ ഈ ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതും ഈ ലിഫ്റ്റ് ചെയ്ത് കളയേണ്ടത് ഈ പാട്രിയാർക്കിക്കൽ സമീപനങ്ങളെയാണ്. അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഈ അവസരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അത് ഈ പറഞ്ഞ പോലെ അവരുടെ എത്തിക്സ്, മോറൽസ്, വാല്യൂസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയപ്പോൾ തോന്നിവാസം കാണിച്ചു എന്നതുകൊണ്ട് ആ ഒരു അവസരം കൊടുത്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ആ ചെയ്ത പ്രവൃത്തിയാണ് അവിടെ തെറ്റായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ജെൻഡർ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ്. അതും സയൻറ്റിഫിക് ആണെന്ന് തന്നെ പറയാം. പേപ്പറുകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഈ നിങ്ങൾ അറിവിൻ്റെ സോഴ്സായിട്ട് സയൻസിനെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് നോ പ്രോബ്ലം, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ ജെൻഡർ എന്ന് പറയുന്ന സ്പെക്ട്രമാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്രിയാർക്കിക്കൽ നോംസിൽ നിന്നാണ്. അതായത് ഫെമിനാനിറ്റി, മസ്കുലാനിറ്റി എന്ന് പറയുന്ന ഒരു സ്പെക്ട്രത്തിൻ്റെ ഒരറ്റത്ത് ഫെമിനാനിറ്റി, മറ്റേ അറ്റത്ത് മസ്കുലാനിറ്റി വയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കുറേ സാധനങ്ങളാണ് ജെൻഡറായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ളതാണ്. അത് ജെൻഡർ എന്ന് പറയുന്നത് നോൺ ബൈനറി ആണ് എന്നുള്ളതാണ്, നോർമലാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്കൂൾ സിലബസിൽ വരുന്നതും കുട്ടികൾ പഠിക്കുന്നതും തമ്മിലൊന്നും ഒരു പ്രശ്നമില്ല. അതങ്ങനെ പഠിക്കുക തന്നെ വേണം, അത് മനസ്സിലാക്കണം.
നമ്മുടെ ബോഡി എന്താണ് എന്നുള്ളത് അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ പറയേണ്ടതുണ്ട്, അത് പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്രിയാർക്കലായിട്ടുള്ള ഒരു ക്ലോസ്ഡ് സൊസൈറ്റിക്കകത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ഉദ്ദേശത്തിലൂടെയാണ് ചെയ്താൽ പലപ്പോഴും അതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ക്വാണ്ടം വെൻഡിങ് മെഷീൻ വന്ന സമയത്ത് സ്വാഭാവികമായും ക്യൂരിയോസിറ്റി കൂടിയ ചില കുട്ടികൾ വന്നിട്ട് പൈസ ഇട്ട് ക്വാണ്ടം എടുക്കൊണ്ട് പോയി. അപ്പോൾ ഇതിൽ ചില ഇവിടെ സാംസ്കാരിക അരാജകത്വം വൻ വിഷയമായി അവസാനം മെഷീൻ ഇല്ലാതായി. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു എന്നുള്ളത് വെച്ചാൽ ആ ഒരു നല്ലൊരു സോഷ്യൽ കോസിന് വേണ്ടി ചെയ്തൊരു സാധനം ചില ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് നശിപ്പിച്ചു. അതായത് ആരോ ചെയ്തു എന്നതുകൊണ്ട് ആ സിസ്റ്റം അല്ലെങ്കിൽ കോസ് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ വയ്ക്കുന്നൊരു വാദം. പിന്നെ ഈ ഫിത്ര എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് അതും ഒരു സയൻറ്റിഫിക് ബേസിസ് ഉള്ളൊരു സാധനമല്ല. അങ്ങനെ മനുഷ്യനൊരു മനുഷ്യപ്രകൃതി ഉണ്ടോ എന്നുള്ളത് അതൊരു റിലീജിയസ് നോമാണ്. അപ്പോൾ റിലീജിയസിൽ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ റിലീജിയസ് മോറൽസിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികം മനുഷ്യനൊരു ഫിത്ര ഉണ്ട് എന്നും ആ ഫിത്ര ഇതാണ് എന്നും പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് റൈറ്റ് പറയുന്നിടത്ത് അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വാക്ക് ഹോമോസെക്ഷുവാലിറ്റി അഥവാ സ്വവർഗരതി എന്നാണ് ഉപയോഗിക്കുന്നത്. ആ വാക്കിൽ വളരെ പ്രോബ്ലമാറ്റിക്കാണ്. സ്വവർഗരതിയല്ല, സ്വവർഗ പ്രണയം എന്ന് പറയണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതിനെ ഹോമോസെക്ഷൽ എന്നുള്ള വാക്ക് മാറ്റിയിട്ടുണ്ട്. അതിനെ നമ്മളിപ്പോൾ മൂന്നായിട്ട് പറയുന്നത് ആൻഡ്രോഫീലിയ, ഗൈനോഫീലിയ, ആംബിഫീലിയ. അതായത് പുരുഷന്മാരോടാണ് നിങ്ങൾക്ക് പ്രണയം തോന്നുന്നതെങ്കിൽ അതിനെ ആൻഡ്രോഫീലിയ എന്ന് പറയും. സ്ത്രീകളോടാണ് നിങ്ങൾക്ക് പ്രണയം തോന്നുന്നതെങ്കിൽ അതിൽ ഗൈനോഫീലിയ എന്ന് പറയും. സ്ത്രീകളോടും പുരുഷന്മാരോടും തോന്നുന്നതെങ്കിൽ അതിന് ആംബിഫീലിയ എന്നും പറയും. ഫീലിയ എന്നുള്ള വാക്കും അവിടെ ലവ് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്കാണ് അത് പോകുന്നത്. അത് പലപ്പോഴും നമ്മൾ ഈ രതി എന്ന വാക്ക് ഉപയോഗിക്കുന്ന കാരണം ഈ സെക്സ് എന്നുള്ളത് കാരണം ഇതെന്തോ സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ഈ സെക്ഷൽ അരാജകത്വം എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കുന്നതിൻ്റെ കുഴപ്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇൻക്ലൂസീവ് ആകാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി ഇൻക്ലൂസിവിറ്റി എന്നുള്ള നമ്മുടെ പുരോഗമന മാനവിക കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് ഈ വാക്കുകളൊക്കെയാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വവർഗരതി എന്ന വാക്ക് ഒരു പുരോഗമന സമൂഹത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സ്വവർഗരതിയല്ല, സ്വവർഗ പ്രണയമാണ്. പിന്നെ പ്രണയത്തിലകത്ത് നിങ്ങൾക്ക് ലൈംഗികതയിലേക്ക് കടക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ലൈംഗിക താല്പര്യങ്ങളോട് ഉള്ള ആൾക്കാരുണ്ട്, ഒരു ലൈംഗിക താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം വളരെ നോർമലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ നിൽക്കുന്നത് ഒരു അവകാശ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതായത് അവിടെ റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോർമലാണ്. ദീസ് ആർ നോട്ട് വേരിയേഷൻസ്. ഇത് വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റിലീജിയസ് മോറൽ കോഡ് നിൽക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പറയാനുള്ള അവകാശത്തിനൊപ്പം നിൽക്കാൻ തന്നെ അത് വേറൊരാൾക്ക് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കൊന്നും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല. അതായത് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു യു ക്യാൻ ബിക്കം എ ആൻറ്റി മുസ്ലിം, യു ക്യാൻ ബിക്കം ആൻ ആൻറ്റി ഹോമോ, എന്താണ് ആൻഡ്രോഫിലിക്ക് എതിരായിട്ട് നിൽക്കാനുള്ള മോറൽ റൈറ്റ് നിങ്ങൾക്ക് ഉണ്ട്. ഒരു മുസ്ലിം വിരുദ്ധനായിരിക്കാനുള്ള മോറൽ റൈറ്റ് നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഫോബിയ ഉണ്ട്. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡ്രോഫീലിയ എന്ന് പറയുന്ന ഈ ആൻഡ്രോഫീലിയ അല്ലെങ്കിൽ ഗൈനോഫീലിയ അല്ലെങ്കിൽ പറയുന്ന ആംബിഫീലിയ എന്ന് പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതൊരിക്കലും അതിനെ തെറ്റാണെന്ന് പറഞ്ഞ ആളെ പിടിച്ച് ഫോബിയ എന്ന് പറയുന്നത് ഒരു ശരിയായ ആർഗ്യുമെൻ്റ് അല്ല. അത് ഈ പറഞ്ഞ മുസ്ലിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഇസ്ലാമോഫോബിയാണെന്ന് ചില മുസ്ലിങ്ങൾ തന്നെ പറയുന്ന പോലത്തെ ഒരു ഫോബിയാണ്. എവറിത്തിങ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പോലത്തെ ഒരു വാദമാണ്. അതൊരു ഫൂളിഷ്നെസ്, അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോഴും നിങ്ങൾ ആയിരിക്കുക ആൾറെഡി സമൂഹത്തിൽ വിവേചനങ്ങളും ഒരുപാട് ഫോബിയ ഉള്ളത് സമൂഹം ആയതുകൊണ്ട് തന്നെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടും അതിന് ഫ്യൂൽ എന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു മാനവിക പുരോഗമന ബോധം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. 7 മിനിറ്റ് വീതമാണ് വാസിൽ. ഓക്കെ, അപ്പോൾ ആദ്യം വളരെ സന്തോഷമുള്ളൊരു കാര്യം, റിലീജിയസ് മോറൽ കോഡുകൾ പറയാം, അതിന് അവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ വളരെ ലിബറൽ ആയിട്ടുള്ള ആളുകൾ പോലും, അവരൊരിക്കലും ആൻറ്റി മുസ്ലിം ഒന്നും ആയിരിക്കില്ല, ഇസ്ലാമോഫോബിക് ആയിരിക്കില്ല, അവർ പോലും പറയുന്നൊരു കാര്യം നിങ്ങൾക്കത് പറയാൻ പാടില്ല എന്നൊരു പൊസിഷൻ എടുക്കുന്ന കാണാറുണ്ട്. പക്ഷേ തീർച്ചയായും ഓരോരുത്തർക്കും അവരുടേതായ ഒരു ലോകവീക്ഷണത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി ഒരാൾ പിന്നെ ഒരു കാര്യം തെറ്റാണ് ശരിയാണെന്ന് പറയുന്നത് ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടല്ല, അയാളുടെ മൊത്തം ലോകത്തെയും ജീവിതത്തെയും അയാൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ നിന്നാണ് ശരിയും തെറ്റൊക്കെ അയാൾ നിർദ്ധരിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെന്താ പറയുക, കുറച്ചും കൂടി ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു യുക്തി ചിന്ത അതിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ ഒരു പക്ഷേ അയാളുടെ മൊറാലിറ്റി നിർദ്ധരിച്ചെടുക്കുന്ന വേറെ രൂപത്തിലായിരിക്കും. ഒരു ഇസ്ലാമിക് ഒരു ദൈവമുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു മോറൽ കോഡിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് പറയുന്നതിന് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ, പക്ഷേ ആ മാനദണ്ഡങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ പറയുന്ന ശരി തെറ്റുകളിൽ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകുമെങ്കിലും അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ്
ഞാൻ വിശ്വസിക്കുന്നു ഹോമോസെക്ഷുവാലിറ്റി മീൻസ്, ഞാൻ വീണ്ടും പറയണം, അത് ഒന്ന് വിശദീകരിക്കാം. ഹോമോസെക്ഷുവാലിറ്റി ഈക്വൽ ടു സ്വവർഗരതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു പരിഭാഷയായിട്ട് സ്വവർഗരതി എന്ന് പറഞ്ഞില്ല. ഞാൻ സ്വവർഗരതി എന്ന ടേം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ വളരെ ബോധപൂർവമാണ് അത് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ ഒരാളോടൊരു അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളത് തെറ്റല്ല, മറിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇസ്ലാമിൽ തെറ്റാകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്കൾക്ക് ഒരു 360 ഡിഗ്രി ഇൻക്ലൂസിവിറ്റി അതിനെ പരിഗണിച്ചുകൊണ്ടാണ് താങ്കൾ ടേംസ് ഉപയോഗിക്കുക എന്നുള്ളത് പോലെ തന്നെ എനിക്കും ഇസ്ലാമിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ പരിഗണിച്ചുകൊണ്ട് വേണം പദങ്ങൾ ഉപയോഗിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു തോന്നൽ തോന്നുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ തെറ്റാണ്, അല്ലെങ്കിൽ അയാളുടെ ജന്മം മോശമാണ് എന്ന് പറയാൻ ഇസ്ലാമികമായി എനിക്ക് പാടില്ല. ഒരാൾക്ക് പിന്നെ അയാളുടെ കൺട്രോളിലല്ലാത്ത രൂപത്തിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രണയം തോന്നുന്നു, അത് ആ തോന്നൽ അല്ല പ്രശ്നം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പ്രശ്നം എന്നുള്ളതാണ് ഇസ്ലാമികമായ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വവർഗരതി തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പൊസിഷൻ എന്ന് പ്രത്യേകം പറയാണ്. ഇനി ഒരാൾക്ക് അങ്ങനെ തോന്നി, പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, എൻ്റെ മൊറാലിറ്റി അത് തെറ്റാണെന്നാണല്ലോ, ആ പ്രവർത്തനം തെറ്റാണല്ലോ എന്നനുസരിച്ച് അയാൾ മാറി നിന്നാൽ അതൊരു പുണ്യമാണ് എന്നുള്ളതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സ്വവർഗരതി എന്നുള്ളത് ടേം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾക്ക് സ്വവർഗരതി തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമായി ഇവിടെ ഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് സ്വവർഗരതി തെറ്റാണെന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം അയാളുടെ മൊറാലിറ്റി അതാണ്. എൻ്റെ മൊറാലിറ്റിയുമായി അത് യോജിച്ചു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരൊക്കെ ഫോബിയക്കാരാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതൊരു വലിയൊരു ടേക്ക് അവേ ആയി എല്ലാവരും എടുക്കേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, അത് പറഞ്ഞതിന് ശേഷം നടത്തിയൊരു സമീകരണത്തിനോട് ഒരു വിയോജിപ്പുണ്ട്. നിങ്ങൾക്ക് ആൻറ്റി മുസ്ലിം ആകാനുള്ള അവകാശമുള്ളതുപോലെയാണ് നിങ്ങൾക്ക് ആൻറ്റി LGBT അല്ലെങ്കിൽ ആൻറ്റി ജെൻഡർ പൊളിറ്റിക്സ് ആവാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ് എന്നത് ഒരു സമീകരണമാണ് അവിടെ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആൻറ്റി മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഒരു സമുദായത്തോട് തന്നെയുള്ള അവർ മനുഷ്യരല്ല, അല്ലെങ്കിൽ അവരോടുള്ള പലതരത്തിലുള്ള ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ തന്നെ പറഞ്ഞു, ഒരാൾക്ക് ധാർമ്മികപരമായി ഇത് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നുള്ളൂ, ഞങ്ങളുടെ ധാർമ്മികത അനുസരിച്ച് ഇത് തെറ്റാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു പൊസിഷനോട് സമീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. കാരണം ഒരേ സമയത്ത് താങ്കൾ തന്നെ പറയുന്നു അത് ഫോബിയ അല്ല എന്നുള്ളത്. ഫോബിയ അല്ലെങ്കിൽ പിന്നെ ഈ തെറ്റാണെന്ന് പറയുന്നവരെ മൊത്തം ഈ ആൻറ്റി മുസ്ലിം പോലെയുള്ള ഒരു മനുഷ്യത്വ വിരുദ്ധ ഒരു പൊസിഷനോട് സമീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അടിസ്ഥാനപരമായി 2 ലിംഗസ്വത്വങ്ങളാണുള്ളത്. അതിൽ പിന്നെ വേരിയേഷൻസ് വരും എന്ന് പറഞ്ഞതിൽ ഈ ഇൻ്റർസെക്സ് ആകട്ടെ അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ജെൻഡറുകളാകട്ടെ, അത് വേരിയേഷൻസ് അല്ല എന്ന് പറഞ്ഞു. അവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രോഗമാണ് അല്ലെങ്കിൽ എന്തോ ഒരു മോശമാണ് എന്ന രൂപത്തിലല്ല പറയുന്നത്. അടിസ്ഥാനപരമായ ഒരു 2 സ്വത്വങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ. നമ്മളെല്ലാവരും വ്യത്യസ്തരല്ലേ, നമ്മളെല്ലാവരും പേഴ്സണാലിറ്റി വേരിയേഷൻസ് ഉള്ളവരാണ്. ഇപ്പം ഞാനും താങ്കളും ആണാണ് എന്ന് വെച്ചാൽ ഞാനും താങ്കളും ഒരേപോലെയാണോ? നമുക്ക് പേഴ്സണാലിറ്റി വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസിൽ പലതരത്തിലുണ്ടാവും. അതിൽ ചില ആളുകൾക്ക് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ സ്ത്രൈണത, പൗരുഷം, അതിൻ്റെ പാട്രിയാർക്കിലാണോ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. പക്ഷെ അത് കൂടിയും കുറഞ്ഞൊക്കെ പല രൂപത്തിലുണ്ടാവും. ആ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു പ്രശ്നവൽക്കരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വേരിയേഷൻസ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഉദാഹരണം പറയാം. സാധാരണ രീതിയിൽ മനുഷ്യന് ഒരു കയ്യിൽ 5 വിരലുകളാണ് ഉണ്ടാവുക. ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ 6 വിരലുള്ള ആളുകളുണ്ട്, 4 വിരലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതാ, പിന്നെ മനുഷ്യന്മാരെ മൊത്തം കാറ്റഗറൈസ് ചെയ്യണം. 4 ഫിംഗേർഡ് പീപ്പിൾ, 5 ഫിംഗേർഡ് പീപ്പിൾ, 6 ഫിംഗേർഡ് പീപ്പിൾ എന്ന് കാറ്റഗറൈസ് ചെയ്യണം. അത് പിന്നെ സാധാരണ 5 ഉണ്ടാവില്ല, അതൊന്നും ചെറിയ വേരിയേഷൻസ്. ഇതേപോലെ മനുഷ്യനിൽ എന്തുണ്ട്, അടിസ്ഥാനപരമായി ആണ് പെണ്ണ് എന്നുള്ള 2 ലിംഗസ്വത്വങ്ങളുണ്ട്. അതൊന്നും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് കുറച്ചും കൂടി സ്ത്രൈണത കൂടുതൽ, പൗരുഷം കൂടുതൽ, കോട്ടൺ കോട്ട്, അതിൽ അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പം എൻ്റെ പൗരുഷം പോലെയല്ല താങ്കളുടെ പൗരുഷം. നമ്മളൊക്കെ ഈ സോക്കോൾഡ് മാൻ എന്ന് പറയുന്ന, പുരുഷൻ എന്ന് പറയുന്ന അടുത്താണെങ്കിൽ പോലും നമ്മളുടെ ഓരോരുത്തരിലും പേഴ്സണാലിറ്റി ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസിനെ ഓരോന്നിനെയും ഓരോ ജെൻഡറുകളാക്കി തരംതിരിക്കേണ്ടതുണ്ടോ എന്നുള്ളിടത്താണ് നമ്മുടെ വിയോജിപ്പ്. താങ്കൾ പറയുന്നു അതെല്ലാം ഓരോരോ ജെൻഡറുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപത്തിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്നു അത് ജസ്റ്റ് പേഴ്സണാലിറ്റി വേരിയേഷൻസ്. അങ്ങനെ വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാളും മോശമാവുകയോ നല്ലവനാവുകയോ ചെയ്യുകയില്ല. പൗരുഷം കൂടിയത് കൊണ്ട് ഒരാൾ നന്നായി, സ്ത്രീത്വം കൂടിയത് കൊണ്ട് ഒരാൾ നന്നായി, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വേരിയേഷൻസ്, ദാറ്റ്സ് ഓൾ. ഏതുപോലെ 4 ഫിംഗേർഡ് പീപ്പിൾ, 5 ഫിംഗേർഡ്, നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതെ അതൊക്കെ സാധാരണ എന്നുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ പൗരുഷം, സ്ത്രീത്വം എന്നുള്ളത് പുരുഷാധിപത്യത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ അതിൽ ആ ഒരു കോൺട്രഡിക്ഷൻ താങ്കളുടെ സംസാരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രമാണെന്ന് പറഞ്ഞു.
ആ ജെൻഡർ സ്പെക്ട്രം എവിടെ നിന്നാണ്? ഒരു പൗരുഷത്തിൽ നിന്നും സ്ത്രീത്വത്തിലേക്കുള്ള സ്പെക്ട്രാണ്. എന്നാൽ ഈ പൗരുഷ സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ കൺസെപ്റ്റാണ്. ഈ പാട്രിയാർക്കൽ കൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോ അപ്പോൾ ഈ ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത്? അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞ ഒരു ഇറ്റ്സ് എ റിയാലിറ്റി, ഈ ഇങ്ങനെയുള്ള കാര്യമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള പുരുഷാധിപത്യമോ ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെ വ്യത്യസ്തമായി അല്ലെങ്കിൽ കുറച്ചുകൂടി മാനവിക വിരുദ്ധമായി അടക്കം വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. സ്ത്രീകൾ പിന്നെ പലതരത്തിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ സ്വാഭാവികം മീൻസ് അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമാണെന്നല്ല ഞാൻ പറഞ്ഞത്, യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മൊത്തം പൗരുഷം, സ്ത്രീത്വം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ലെങ്കിൽ നമ്മളിതിനെ എന്തായിട്ടാണ് വിശദീകരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ എനിക്ക് ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ പഠിക്കണം, അതാണ് വേണ്ടത്. അവിടെയാണ് നമ്മുടെ വിയോജിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഓക്കെ, ലിബറൽ മൊറാലിറ്റിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സിനനുസരിച്ച് ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതെന്തിനാണ് ബാക്കിയുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? എല്ലാ പിന്നെ റിലീജിയസ് മൊറാലിറ്റി അടക്കം വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അടക്കം പഠിക്കുന്ന, അവരുടെ കുട്ടികളടക്കം പഠിക്കുന്നിടത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ മൊറാലിറ്റി പഠിപ്പിക്കുന്നത് ഇതിനോട്? അപ്പോൾ എന്തു പഠിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്? നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ആരും എതിരല്ല. സെക്സ് എഡ്യൂക്കേഷൻ, ശരീരത്തെക്കുറിച്ച് മനസ്സിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് അതിനാരും എതിരല്ല. പക്ഷേ അതിൽ ചില പ്രത്യേക ഐഡിയോളജികൾ പഠിപ്പിക്കുന്നതിനാണ് നമ്മളിതിൽ. ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചില പ്രത്യേക ഐഡിയോളജികളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അവസരത്തിൽ ആവശ്യമെങ്കിൽ പറയാം. ഓക്കെ, അടുത്തായിട്ട് രണ്ടാം റൗണ്ട് സാർ. അല്ല, ഇവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേൾഡ് വ്യൂ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പല ഡെഫിനിഷൻസ് ഇരിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പം സ്വാഭാവികമായും ഞാനൊരു റാഷണൽ ഹ്യൂമനിസ്റ്റിക് മൊറാലിറ്റി വേൾഡ് വ്യൂവിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വാഭാവികമായി പക്ഷേ ഇതിന് വിശ്വാസികൾ പൊതുവെ പറയുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ലിബറൽ വാല്യൂസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന എല്ലാം ഒരു അരാജകത്വമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരിതാണ്. പക്ഷേ അത് അരാജകത്വമല്ല, അതാണ് അതിൻ്റെ ഒരു മോഡേണിറ്റി എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അർത്ഥം എല്ലാവരും യുക്തിവാദി ആകണം എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറിവിൻ്റെ സോഴ്സായിട്ട് എന്തിനെ കാണുന്നു എന്നതിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ വേൾഡ് വ്യൂ രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് അതിലൊരു പോയിന്റ്. പക്ഷേ ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഇസ്ലാം അപ്പം ഈ 360 ഡിഗ്രി ഇൻക്ലൂസിവിറ്റിക്ക് എഗൻസ്റ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കാരണം ഞാൻ ആണല്ലോ പറഞ്ഞത്, അപ്പോൾ 360 ഡിഗ്രി ഇൻക്ലൂസിവിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും അതനുസരിച്ച് മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഈ ഇൻക്ലൂസിവിറ്റി ആയിട്ട് നിൽക്കുന്ന ആരും തന്നെ ഹോമോസെക്ഷൽ എന്നൊരു വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ആൻഡ്രോഫീലിയ എന്നുള്ള വാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇൻക്ലൂസിവിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ മാറും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിൻ്റെ മോറൽ വേൾഡ് വ്യൂ, അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു മോറൽ വേൾഡ് വ്യൂ ഇസ് റോങ് എന്നുള്ളത് അതിൻ്റെ അത് പറയാനുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ റോങ് എന്ന് പറയുമ്പോൾ നിങ്ങളത് റൈറ്റ് എന്ന് പറയാനുള്ള റൈറ്റ്, ഇത് നമ്മൾ രണ്ടുപേരുടെ റൈറ്റ് തുല്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിബേറ്റ് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നതാണ് ആർട്ടിക്കിൾ 25. കാരണം ഈ ആർട്ടിക്കിൾ 25-ലാണ് നമുക്ക് ദ റൈറ്റ് ടു പ്രൊഫസ്, റൈറ്റ് ടു പ്രൊഫസ് റിലീജിയൻ, റൈറ്റ് ടു പ്രൊഫസ് റൈറ്റ് ടു കോൺഷ്യൻസ് എന്നുള്ള സാധനം. അത് നിങ്ങൾക്ക് വിശ്വസിക്കാനും അത് അവിശ്വസിക്കാനും ഈ രണ്ടുപേരുടെയും അവകാശം തുല്യമാണ്. അത് പക്ഷേ ഒരു പൊതു പബ്ലിക് ഓർഡറുണ്ട്, പൊതു മൊറാലിറ്റി അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഇതൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാനിവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഫ് ഐ ആം ആൻറ്റി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഐ ആം ആൻറ്റി ഇസ്ലാം എന്നുള്ളതാണ്. അതായത് അതൊരു വംശീയ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം നമ്മൾ മുസ്ലിം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമികമിൽ നിന്ന് വേറിട്ട ഒരു മുസ്ലിം ഇവിടെ ഇല്ല. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമോട് ചേർന്നതാണ് മുസ്ലിം. അപ്പോൾ നമ്മൾ അതല്ല, അത് തന്നെ ഒരു ഇസ്ലാം ഫോബിക് ഫ്രെയിം വർക്കാണ്. അതായത് മുസ്ലിമിനെ ഇസ്ലാമിൽ നിന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കുന്ന ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ ഇഫ് ഐ ആം ആൻറ്റി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആൻറ്റി മുസ്ലിം ആയിരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അതായത് ആൻറ്റി ഇസ്ലാം ആയിരിക്കുക എന്നുള്ളതാണ്. ആൻറ്റി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി, ഒരു മോഡേൺ വേൾഡ് വ്യൂവിൽ ശരിയല്ല എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ആ റൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ ആൾറെഡി നിലനിൽക്കുന്ന ഒരു വംശീയതയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഫീവർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സുകൾ ദയവായി സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇഫ് യു ആർ സ്റ്റാൻഡപ്പ് അല്ല ഫോർ ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഫോർ മോഡേണിറ്റി, ഇഫ് യു ആർ മോഡേൺ ഫോർ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ ഫോബിയയ്ക്ക് ഫ്യൂൽ ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് സെറ്റ് ചെയ്യരുതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ അതാണ് ഒരു ക്ലാരിറ്റി എടുത്തിട്ടുണ്ടാക്കണം. അതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അത്. ഞാൻ ആൻറ്റി മുസ്ലിം എന്ന് പറയുന്നത് ആൻറ്റി ഇസ്ലാമായിട്ടാണ്. അത് ഒരു ആൻറ്റി റിലീജിയൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനത് പറയുന്നത്. അത് ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളത്. പിന്നെ ഇവിടെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിഫൈൻ ചെയ്ത് തുടങ്ങിയത് ഇപ്പം അതിൻ്റെ അകത്ത് കൂടുതൽ കൂടി നേരത്തെ പറയുന്നത് ഇപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ അറിവിൻ്റെ വികാസത്തിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം ജെൻഡർ സ്പെക്ട്രത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഫെമിനാനിറ്റി മസ്കുലാനിറ്റി എന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ പുരുഷന്മാരൊക്കെ നിർമ്മിച്ചിരിക്കുന്ന. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇൻക്ലൂസീവ് ആകുമ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ മാറും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചില ആൾക്കാർ പിന്നീട് എന്താണ് ഇപ്പം ഒരാൾ സ്ത്രീയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകൾ ധരിക്കുന്ന ചില വേഷവിധാനങ്ങളോട് നടക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള ഒരു പാട്രിയാർക്കൽ ഒരു ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ജെൻഡർ സ്പെക്ട്രം നമ്മൾ പറയുമ്പോൾ അത് നിൽക്കുന്നത് ഈ ഫെമിനാനിറ്റി മസ്കുലാനിറ്റി നിൽക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡെഫിനിഷനൊക്കെ തുടങ്ങി ഇതുപോലെ ഒരു പാട്രിയാർക്കൽ ഫോമിൽ. അതുകൊണ്ടാണ് ഒരു വ്യക്തി സ്ത്രീയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി അത് സ്ത്രീയുടെ ചില വേഷവിധാനങ്ങൾ ഇട്ട് നടക്കണം എന്ന്. അപ്പോൾ സാരി, പൊട്ട്, അതുപോലെ വള എന്നൊക്കെ പറയുന്ന ചില പൊതു രീതിയിലുള്ള വസ്ത്രങ്ങളിട്ട് തരണം എന്നുള്ളത്. ഇവിടെ പൊതു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൊതു എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, പൊട്ട്, സാരി, വള, ഇതൊക്കെയാണ് പൊതുവായിട്ടിരിക്കുന്നത്. ബാക്കി ചില ഇതൊന്നും ഇല്ലാത്ത വസ്ത്രധാരണ രീതികളുണ്ട്, പക്ഷേ അതൊന്നും പൊതുവല്ല. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരാൾ മാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മസ്കുലൈൻ ആയിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ ഡെഫിനിഷൻ നിൽക്കുന്നതിൻ്റെ ബേസ് പാട്രിയാർക്കിയിലാണ്. അപ്പം ഈ ജെൻഡർ സ്പെക്ട്രത്തിൻ്റെ ഡെഫിനിഷൻ പാട്രിയാർക്കിയാണോ എന്ന് പറയുമ്പോൾ പാട്രിയാർക്കി തെറ്റായിരിക്കും. അപ്പോൾ ജെൻഡർ സ്പെക്ട്രം തെറ്റാവേണ്ടേ എന്നൊരു ചോദ്യം വളരെ വാലിഡാണ്. പക്ഷേ അത് നിൽക്കുന്നതിൻ്റെ പ്രശ്നം അത് ഡെഫിനിഷൻ ഇത് ഉണ്ടാക്കിയ അവരുടെ പാട്രിയാർക്കൽ സെറ്റപ്പ് കാരണമാണ്. നമ്മൾ കൂടുതൽ ഇൻക്ലൂസിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഡൈവേഴ്സ് ആണെന്ന് മനസ്സിലാവും, നോൺ ബൈനറി ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കിത് സയൻറ്റിഫിക്കലി അംഗീകരിക്കാൻ വയ്യ, സോഷ്യോളജിക്കലി അംഗീകരിക്കാൻ വയ്യെങ്കിൽ ഇതിന് അവർക്കെതിരെ ഈ ഫ്യൂൽ ചെയ്യപ്പെടുന്ന ഈ ഫോബിയക്കെതിരെ അവരുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ ഫ്യൂൽ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എൻ്റെ അത് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ജെൻഡർ ആയാലും ഇത് ബയോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കലാണ്. പിന്നെ ഇപ്പോൾ പറയുന്നത് സ്കൂളിൽ ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ പോലും അടിച്ചേൽപ്പിക്കലാണ്. സ്കൂളിൽ ക്ലാസ് ചെന്നിരുത്തുന്ന അടിച്ചേൽപ്പിക്കലാണ്. കാരണം നമ്മൾ കൂടുതൽ വാല്യൂസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻക്ലൂസീവ് ആകുക എന്നുള്ളതാണ് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു കാര്യം. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ഒരാളുടെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടിയെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് ചില ആൾക്കാർ പറയാം. അതായത് ഞാൻ ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഹെറ്ററോസെക്ഷലാണെന്ന് കരുതുക. സ്വാഭാവികമായി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ഗൈനോഫിലിക്കായിട്ടുള്ള ഒരു പുരുഷൻ സ്വാഭാവികമായും ആ പുരുഷനോട് വേറൊരു പുരുഷൻ വന്നിട്ട് സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചാൽ ദാറ്റ് ഈസ് നോട്ട് സെക്സ്, ദാറ്റ് ഈസ് ആക്രമണം, ദാറ്റ് ഈസ് റേപ്പ് എന്നുള്ളതാണ്. അത് അങ്ങനെയൊക്കെ പറ്റില്ല. നിങ്ങൾ ക്ലാസ് എടുത്തു കൊടുത്ത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ സ്പെക്ട്രമുണ്ട്, ഇതാണ് നിങ്ങൾക്ക് പുരുഷനും കൂടെ സെക്സ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവനൊരു ഗൈനോഫിലിക്കായിട്ടുള്ള ഒരു പുരുഷനാണ് എങ്കിൽ ആ പുരുഷനോട് അവന് ഇഷ്ടം തോന്നുന്നില്ല. അത് മീൻസ് പ്രണയം തോന്നുന്നില്ല, സെക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റേപ്പ് എന്നുള്ളതാണ്. അത് ആക്രമണമാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് അതൊരു കാരണം ഇതാണ്. പിന്നെ സെക്സ് എന്ന് പറയുന്നത് കേവലമായി റീപ്രൊഡക്ഷനിൽ മാത്രമാണ് എന്ന് പറയുന്നതും, കാരണം ഈ സെമിറ്റിക് മതങ്ങളിലെല്ലാം ഏറ്റവും വലിയ പ്രത്യേകത ലൈംഗികതയെ കൊടിയ പാപമായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മിക്കവാറും ഉള്ള സെമിറ്റിക് റിലീജിയൻസെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സെക്സ് എന്ന് പറയുന്നത് കേവലമായി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കൽ മാത്രമല്ല, അത് റിക്രിയേഷന് വേണ്ടി കൂടി ചെയ്യേണ്ട സാധനമാണ്. റിക്രിയേഷന് വേണ്ടിയിട്ട് സെക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം സെക്സ് അങ്ങ് ചെയ്ത് അരാജകത്താവുക എന്നുള്ളതല്ല. നമ്മൾ പല റിക്രിയേഷൻസ് ഉണ്ട്, അതിൽ ഒരു റിക്രിയേഷണൽ ഭാഗമാണ് സെക്സ്. അത് സെക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പുരുഷനെ കാണുമ്പോൾ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു, അവർ തമ്മിൽ കംഫർട്ടബിളാണ്, അവർ ചെയ്യാൻ ചെയ്യുന്നു. അതിൽ ബാക്കി ആരും എൻ്റെ അടുത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് റിലീജിയൻ ആയാലും കൊള്ളാം, വ്യക്തിയായാലും കൊള്ളാം, സമൂഹമായാലും കൊള്ളാം. അപ്പോൾ സ്ത്രീയോട് തോന്നുന്നു, ഒരു പുരുഷന് ഒരു ട്രാൻസ് മെയിലിനോട് തോന്നുന്നു, അല്ലെങ്കിൽ ട്രാൻസ് മെയിൽ ഫീമെയിലിനോട് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ അവരുടെ ഇൻഫോംഡ് കൺസെൻറ്റോടുകൂടി അവരുടെ ചോയ്സാണ്, ഇൻഫോംഡ് ചോയ്സാണ്. കാരണം അത് ഇൻഫോംഡ് ചോയ്സോടുകൂടിയും ഇൻഫോംഡ് കൺസെൻറ്റോട് ചെയ്ത് മാത്രമേ നമുക്ക് സെക്സ് എന്ന് വിളിക്കും. ബാക്കിയെല്ലാം തന്നെ റേപ്പാണ് എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം. സോ എനിക്ക് അവസാനമായി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എന്ത് വാദം തന്നെ ആയാലും അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഒന്ന്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് പറയാൻ പറ്റണം. രണ്ട്, ആൾറെഡി നിലനിൽക്കുന്ന ചില ഫോബിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവകാശ ലംഘനങ്ങളുണ്ട്, മാറ്റി നിർത്തപ്പെടലുകളുണ്ട്. അതിന് ഫ്യൂൽ ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പറയാതിരിക്കുക എന്നുള്ളതാണ് മാനവികത, പുരോഗമനം, ആധുനികത. രണ്ടാമത്തെ റൗണ്ടിലെ ബാസിലിൻ്റെ അവസരമാണ് 7 മിനിറ്റ്.
ആദ്യമായി ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സെമിറ്റിക് മതങ്ങളിൽ പലതും ലൈംഗികതയെ പാപമായിട്ടൊക്കെ കാണുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് കാണുന്നു എന്നുള്ളത് ശരിയാണ്. പലതിലും അങ്ങനെ പല ലോകവീക്ഷണങ്ങളിലും അങ്ങനെ ഉണ്ട്. പക്ഷേ ഇസ്ലാം ഒരിക്കലും അത്തരത്തിലല്ല. ഇസ്ലാം ലൈംഗികതയെ ഒരു പുണ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൂടി അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാണ്. കാരണം പുണ്യമായിട്ടാണ് കാണുന്നത് അത് പക്ഷേ ഒറ്റ കണ്ടീഷൻസ് മാത്രം, അത് ഉത്തരവാദിത്തമുള്ള ലൈംഗികതയായിരിക്കണം എന്ന് വെച്ചാൽ കരാർ മുഖേനയുള്ള ലൈംഗികതയായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഒരു യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു രൂപം ഇസ്ലാമിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല. ലൈംഗികതയാകട്ടെ മറ്റേത് കാര്യങ്ങളാകട്ടെ അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ടും ഈ വിവാഹത്തിലൂടെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം സ്ത്രീയുടെയും പുരുഷൻ്റെയും സൈക്കോളജി വ്യത്യസ്തമാണ്, അവർക്ക് ഉണ്ടാകുന്ന ബോണ്ടിങ് അതിനെ അവർ പെർസീവ് ചെയ്യുന്ന കാര്യം പോലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രത്യേകിച്ചും ഒരു ലൈംഗികതയിൽ കേവലമായ ഒരു പ്ലഷർ കഴിഞ്ഞ് അതങ്ങനെ പോകുക എന്നുള്ളതല്ല സ്ത്രീയുടെ സൈക്കോളജി എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡിപ്പെൻഡൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവും. അതുകൂടി ഏറ്റെടുക്കുന്നതായിരിക്കണം ലൈംഗികത എന്നുള്ള ഒരു ക്ലോസ് വെച്ചു എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തത്. അതൊരിക്കലും പാപമല്ല, പുണ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പാപമാണ് ലൈംഗികത എന്ന ഒരു ബേസിൽ നിന്നുകൊണ്ടല്ല ഇസ്ലാം ഒരിക്കലും ഇത്തരം വിഷയങ്ങളെ കാണുന്നത്. പക്ഷേ അത് പ്രകൃതിപരമാണോ, ധാർമ്മികമാണോ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, ഇതാണ് അതിൽ വരുന്നത്. പിന്നെ റീപ്രൊഡക്ഷൻ മാത്രമാണ് ലൈംഗികതയുടെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റീപ്രൊഡക്ഷനാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാന ധർമ്മം എന്താ? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിസ്ഥാന ധർമ്മം ന്യൂട്രീഷൻ കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉണ്ടാവും, വേറെ പലതും നമ്മൾ അതിലൂടെ നേടുന്നുണ്ട്. അടിസ്ഥാന ധർമ്മം നിർവഹിക്കാത്തൊരു കാര്യത്തിനാണ് നമ്മുടെ പ്രകൃതത്തിന് വിരുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കല്ല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കല്ല് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ പ്രകൃതത്തിന് വിരുദ്ധമാണത് എന്ന്. കാരണം എന്താ, ഭക്ഷണം കഴിക്കുക ചിലപ്പോൾ അയാൾക്ക് നല്ല ടേസ്റ്റും തോന്നുന്നുണ്ടാവും, പക്ഷേ അടിസ്ഥാന ധർമ്മം അവിടെ നിർവഹിക്കപ്പെടുന്നില്ല. അപ്പോൾ അടിസ്ഥാന ധർമ്മം റീപ്രൊഡക്ഷനാണ്. അതിൻ്റെ കൂടെ പ്രോക്രിയേഷൻ ഉണ്ടാവും, മറ്റ് സുഖങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് വേണ്ടതാണ്, അതും കൂടി അടങ്ങുന്നതാണ് ലൈംഗികത എന്നതിൽ തന്നെയാണ്. പക്ഷേ അടിസ്ഥാന ധർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. പിന്നെ ഈ 360 ഡിഗ്രി ഇൻക്ലൂസിവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് ഇസ്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഓരോ ലോകവീക്ഷണത്തിലും ഇൻക്ലൂസിറ്റിവിറ്റിയെ അവർ മനസ്സിലാക്കുന്നതിന് പല രൂപങ്ങളുണ്ടാവും. അപ്പോൾ ഒരു റാഷണലിസ്റ്റ് പൊസിഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലായിരിക്കില്ല ഞങ്ങൾ ഇൻക്ലൂസിവിറ്റിയെ മനസ്സിലാക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു ധാർമ്മിക ഫ്രെയിംവർക്ക് ഉണ്ട്, അതിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് ഞങ്ങളുടെ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനം. അതിൽ സ്വാഭാവികമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് ഈ എഡ്യൂക്കേഷൻ തന്നെ അടിച്ചേൽപ്പിക്കലല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചുകൂടെ എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് അറ്റ്ലീസ്റ്റ് ഞാനതാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു സയൻറ്റിഫിക് ബേസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കായിരുന്നു. ഈ പറഞ്ഞ പിന്നെ ജെൻഡർ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ ജെൻഡർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ ജെൻഡർ നമുക്ക് മനസ്സിലാവുക? ഇതിനെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ശരി, ഒരാണായ ഒരു മനുഷ്യൻ പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ബേസ് എന്താണ്? താങ്കൾ തന്നെ പറഞ്ഞു അത് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ സ്വയം ഐഡൻറ്റിഫൈ ചെയ്താൽ ആർക്കും എന്തായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാനിവിടെ ഒരു പുരുഷനായി ഞാനിവിടെ വന്നിട്ട് സ്ത്രീയായി ഐഡൻറ്റിഫൈ ചെയ്താൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണോ? അങ്ങനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന കോൺസിക്വൻസുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു സോഷ്യൽ ആയിട്ടുള്ള കുറേ കോൺസിക്വൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ്സ് തന്നെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ജെൻഡർ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഇന്ന ഒരു സ്ഥലത്തുണ്ട്, അത് ഇന്ന രൂപത്തിലാണ് എന്ന് മനസ്സിലായിട്ട് ആ സയൻസ് പഠിപ്പിക്കുകയാണെങ്കിലും ഓക്കെ. അതിന് പകരം ഓൾറെഡി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പിന്നെ ചില മൊറാലിറ്റികളടക്കം, മോറൽ കോഡുകളടക്കം ഈ എല്ലാവരുടെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള പൊതുവിദ്യാലയത്തിൽ നമ്മൾ നാളെ മുതൽ തീരുമാനിക്കുകയാണ് കുറച്ച് ഹൈന്ദവ ധർമ്മങ്ങൾ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിക് വാല്യൂസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിനെ എതിർക്കും. കാരണം എന്താ, ഒരു മോറൽ കോഡ് ബാക്കിയുള്ളവരിലേക്കൊക്കെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. അതേപോലെ ഇവിടെയുള്ള ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മതരഹിതമായിട്ടുള്ള അടിസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ചില മോറൽ കോഡുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഈവൻ സ്വവർഗരതി പോലും അത് തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്നത് അതൊരു മോറൽ കോഡ് പഠിപ്പിക്കലാണ്. അത് ഏത് മോറൽ കോഡാണെങ്കിലും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് കേവലം കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കുന്നത് പോലെയല്ല. കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞ ഒരു സയൻറ്റിഫിക് ബേസും ഇല്ലാത്തൊരു കാര്യം പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു സമീകരണത്തിനോട് വിയോജിക്കുകയാണ്. പിന്നെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം, ഈ സെക്ഷുവാലിറ്റി ഐഡൻറ്റിറ്റി
എന്ന് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ എന്താണ് നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട്. പാട്രിയാർക്കിയൽ ആയിട്ടുള്ള അടിസ്ഥാനങ്ങളിൽ നിന്ന് വന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത് ആ വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസിനെയാണ് നിങ്ങൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി 2 ലിംഗസ്വത്വങ്ങളാണുള്ളത്. അതിൽ നിന്നുള്ള പേഴ്സണാലിറ്റി വേരിയേഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ ആ കാര്യങ്ങൾക്കുള്ള ബയോളജിക്കൽ ബേസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് എന്താണ് ആ ബയോളജിക്കൽ ബേസ് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനോടുള്ളൊരു പ്രതികരണമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇരുഭാഗത്തുള്ള ആളുകളും സമയം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും അടുത്ത മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം പ്രതീഷ് സാറാണ്. 5 മിനിറ്റ് വീതമാണ് രണ്ടുപേർക്കുള്ളത്. അപ്പോൾ ഇവിടെ അതായത് റെസ്പോൺസിബിൾ സെക്സ് എന്നൊരു സാധനമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലൈംഗിക അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക ഉണ്ടാകുന്നുള്ളത് പ്രധാനമാണ്. അത് റാഷണൽ വ്യൂ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഒരാളോട് നമുക്കൊരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു, ആ ആൾക്ക് തിരിച്ചും അതേ അട്രാക്ഷൻ തോന്നുന്നു, അപ്പോൾ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ സെക്സ് ചെയ്യുക എന്നതിനപ്പുറം അതിന് പലപ്പോഴും അതിനൊരു പുണ്യപ്രവൃത്തിയായിട്ട് കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പുണ്യം, ഈ പാപം പുണ്യം എന്നൊക്കെ പറയുന്ന പോലും ഈ റിലീജിയസ് മോറൽ വാല്യൂ എന്ന് പറയുന്ന സാധനങ്ങളാണ്. അതിനെ ഒരു മോഡേൺ വാല്യൂ ആയിട്ടൊന്നും കാണാൻ പറ്റും. അത് മനുഷ്യർ ഈ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടും ഈ ചില അതായത് തെറ്റിപ്പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ മോറൽ കോഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാപം പുണ്യം പാപബോധമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വൺ നൈറ്റ് സ്റ്റാൻഡ് ഇറ്റ്സ് എ നോർമൽ തിങ് ടു ഡു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ പറഞ്ഞ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ സ്ത്രീ പുരുഷ, അതായത് ലൈംഗികത ഗീതയിലെ സ്ത്രീ പുരുഷ വ്യത്യാസം. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് നമ്മളിപ്പോൾ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയോട് സെക്ഷൽ ചെയ്യണമെന്ന് തോന്നുന്നു. അവർക്ക് വേറൊരു പ്രത്യേകിച്ചൊരു ഇതുമില്ല, അട്രാക്ഷനൊന്നുമില്ല. അത് മീൻസ് സെക്സ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല. പക്ഷേ അവിടെ വന്നിട്ട് അത് ഒറ്റയടിക്ക് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സാമൂഹികപരം കൂടെയാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തായിട്ട് പൊതുവേദിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇതുപോലെ വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇമോഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഈ വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി വന്ന ഒരാൾ ചെയ്ത് പോവുകയും അപ്പോൾ അത് സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തെ കുറച്ചുകൂടി ഈ ഇൻക്ലൂസീവായി മാറ്റുക, തുല്യതയുള്ള സമൂഹമാക്കി മാറ്റുക, ഫ്രീ ആൻഡ് ഫെയർ സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് ചെയ്യേണ്ട വഴി. അല്ലാതെ ഇതിന് ഈ പറഞ്ഞ ലൈംഗികത അടിച്ചമർത്തലല്ല അതിൻ്റെ വഴി എന്നുള്ളതാണ് എൻ്റെ അത്ര ഭാഗം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും പ്രകൃതിപരമല്ല, ധാർമ്മികമല്ല. അത് ജെൻഡർ ഐഡൻറ്റിറ്റി ആയാലും ജെൻഡർ എന്ന് പറയുന്ന സാധനം, ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത് അതൊക്കെ ഇതാണ് സയൻറ്റിഫിക് ഡാറ്റയുണ്ട്. അത് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം റിലീജിയസ് മോറൽ ഇതിന് എഗൻസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. അത് പേപ്പറുകളുണ്ട്, അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. അതിനിപ്പം ഒരു ചർച്ച ചെയ്ത കാര്യമില്ല. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഈ സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നത് സയൻറ്റിഫിക് ബേസ് ഇല്ലാത്ത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ഒരാൾ ഒരിക്കലും അവരുടേതല്ലാത്ത ഒരു ഐഡൻറ്റിറ്റി അവർ ഏറ്റെടുക്കില്ല. അതങ്ങനെയാണ്. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണോ അതായിരിക്കും ഞാൻ. അതിപ്പോൾ എൻ്റെ അടുത്ത് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഇവിടെ വേറൊരു രസകരമായ സംഗതി, ഈ ഇസ്ലാമിക് മോറൽ കോഡ് പൊതുവായി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് മറ്റേത് പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തോന്നുന്നു. എന്താ ഇസ്ലാം മോറൽ കോഡ് പൊതുവായി പഠിപ്പിച്ചാൽ എന്താ പ്രശ്നം? അത് ഏത് മോറൽ കോഡായാലും പഠിപ്പിച്ചാൽ എന്താ പ്രശ്നം? പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അവിടെ അതിൻ്റെ നോർമൽ ബീയിങ് തന്നെ മനുഷ്യർ തമ്മിലുള്ള തുല്യതയില്ലായ്മയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു മോറൽ കോഡ് ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് ഹിന്ദു മോറൽ കോഡ് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതുപോലല്ല, ദാറ്റ് ഇസ് എ റിലീജിയൻ. ഹിന്ദുയിസം ഈസ് എ സിസ്റ്റം ഓഫ് കാസ്റ്റിസമാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതൊരു റിലീജിയൻ സിസ്റ്റമാണ്. അപ്പോൾ ഇസ്ലാമിനെ ഹിന്ദുവിനെ ഒരുപോലെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു മോഡേൺ സൊസൈറ്റിയിൽ ക്രിസ്ത്യൻ മോറൽ കോഡ്, സെമിറ്റിക് റിലീജിയൻ്റെ മോറൽ കോഡ് പഠിപ്പിക്കുന്നു, ഇസ്ലാമിക് മോറൽ കോഡ് പഠിപ്പിക്കുന്നു, ഇതെല്ലാം എന്താ കുഴപ്പം? എന്താ പഠിപ്പിച്ചാൽ എന്താ? അതേപോലെ ജെൻഡർ നമ്മളിത് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയെ ഇസ്ലാമിക് മോറൽ കോഡ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഉടനെ ഒരു കുട്ടിയും ഇസ്ലാം തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി പഠിപ്പിച്ചാലും ഈ കുട്ടി ഇതൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ എൻ്റെ കയ്യിൽ 3 റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അത് വാട്സാപ്പിൽ വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ്. പിന്നെ ഇതൊക്കെ എല്ലാം നമ്മൾ ചർച്ചകളാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പർ ഉണ്ടോ? ഇനി ഞാൻ പറയുന്നത് അഥവാ ആ പേപ്പറൊക്കെ തെറ്റാണ്, അത് നമ്മൾ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്, തെറ്റാണെങ്കിൽ ഓക്കെ, സയൻറ്റിഫിക് ബേസിസ് ഇല്ല. പക്ഷേ അവിടെ ഒരു സോഷ്യോളജിക്കൽ ബേസിസ് ഉണ്ട്. കാരണം ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതാണ് എങ്കിൽ അതിൽ നോട്ട് എ നോർമൽ തിങ് ടു ഡു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഉയർന്നു വരുന്ന പ്രശ്നം, ചിലരിപ്പോൾ ഇന്ന് ഞാൻ സ്ത്രീ എന്ന് പറയുന്നു, നാളെ ഞാൻ പുരുഷൻ എന്ന് പറയുന്നു. അപ്പോൾ അത് അരാജകത്വം ഉണ്ടാക്കൂലേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കൂലേ. പിന്നെ
വേണമെങ്കിൽ ഒരു വ്യക്തി സ്ത്രീയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്ത്രീകളുടെ മൂത്രപ്പുര ചെന്ന് അവിടെയുള്ള സ്ത്രീകളൊക്കെ ആക്രമിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് എല്ലായിടത്തും ബാധകമാണ്. കാരണം ഇതേപോലെ ഇപ്പം മത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരാൾ മോഷണം നടത്തിയാൽ അത് വസ്ത്രത്തിൻ്റെ കുഴപ്പമാണോ അതാ മോഷണം നടത്തിയുടെ വ്യക്തിയുടെ കുഴപ്പമാണോ? അങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ മൂത്രപ്പുര സ്ത്രീകളെ ആക്രമിക്കുന്നു, അത് ഈ ജെൻഡർ ഇതിൻ്റെ പ്രശ്നമാണോ അതാ വ്യക്തി ചെയ്ത പോക്രത്തരമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഇതാണ് അതിലൊക്കെ ഉയർന്നിരുന്ന ചോദ്യം. അപ്പോൾ നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റിലീജിയസ് മോറൽ വാല്യൂയും ഒരു റാഷണൽ മോറൽ വാല്യൂയും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതിന് ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റുക. പിന്നെ ഇപ്പോൾ ക്യൂറായിട്ടുള്ള ഒരാൾ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്നു, അത് ക്യൂറിൻ്റെ പ്രശ്നമല്ല, അത് ആ വ്യക്തി ഉണ്ടാക്കുന്ന അരാജക പ്രശ്നമാണ്. ഇപ്പോൾ എങ്ങനെയാണോ ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾ ഒരു ഭീകര പ്രവർത്തനം ചെയ്യുന്നു, ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു, അത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല എന്ന് അത് ദാറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു ദ റിലീജിയൻ. അത് ആ വ്യക്തി ഉണ്ടാക്കുന്ന സാമൂഹിക രാജ്യദ്രോഹ പ്രശ്നമാണ്. അതിവിടെ നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചുള്ള അനുശാസിക്കുന്ന ശിക്ഷ എന്താണ് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തം. ഇന്ത്യൻ പൗരൻ എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം അതൊക്കെ തന്നെയാണ്. അത് ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അധിക ഉത്തരവാദിത്തമോ അധിക ബാധ്യതയോ ഇല്ല നമുക്കെല്ലാവർക്കും തുല്യ അവകാശങ്ങളാണ്, തുല്യ ഉത്തരവാദിത്തങ്ങളുമാണുള്ളത്. അതുപോലെ തന്നെ അവർക്കും അതേ തുല്യ ഉത്തരവാദിത്തവും തുല്യ പൗരത്വം കൊടുക്കും. ഇവിടെ തുല്യതയില്ല എന്നതാണ് പ്രശ്നം. അത് അവർ നിലവിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക, അവരുടെ അവകാശങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒപ്പം നിൽക്കുക എന്നതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടിൽ അടുത്ത ക്ലാസ്സിലാണ് 5 മിനിറ്റ്. ഇവിടെ അവസാനം പറഞ്ഞത് വെച്ച് തുടങ്ങാം. ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മൂത്രപ്പുരയിൽ പോയിട്ടുകൊണ്ടും അങ്ങനെയുള്ള പല വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വെറും മൂത്രപ്പുരയുമായി ബന്ധപ്പെട്ട സ്പോർട്സിൽ, അതായത് ഒരു ആണ് പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്ത്രീകളിലൂടെ മത്സരിക്കുക, സ്ത്രീകളുടെ വാഷ്റൂമിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സാമൂഹികമായി പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഉന്നയിച്ചത്. അപ്പോൾ അതിനുള്ള മറുവാദമായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയാലും ഇതേ കാര്യം നടക്കൂലേ? അതായത് ഒരു പുരുഷൻ ഒരു പർദ്ദ ഇട്ടുകൊണ്ട് പോയാൽ ഒരു പക്ഷേ മനസ്സിലാവില്ലല്ലോ എന്നുള്ള. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ വസ്ത്രം ധരിച്ചു പോയാൽ പോലും നമുക്കവിടെ ഒബ്ജക്റ്റീവ്ലി വെരിഫൈ ചെയ്യാൻ അവിടെ വഴികളുണ്ട്. അതായത് ഒരാൾ ഒരു പർദ്ദ പോയി, ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റി പേഴ്സണൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്താൽ അത് മനസ്സിലാവും ഇതാണാണോ പെണ്ണാണോ എന്നുള്ളതൊക്കെ. മറ്റേതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, താടി മീശയും എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും സയൻറ്റിഫിക് ബേസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറയാം ഹൈപ്പോതലാമസിൽ ന്യൂക്ലിയസിൽ ഇന്ന പ്രശ്നമുണ്ട്, അത് നമുക്ക് അറ്റ്ലീസ്റ്റ് അയാളെ പിടിച്ചിരുത്തിയിട്ട് അയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്തിട്ട് അത് ഉണ്ടോയെന്നെങ്കിലും നോക്കാം. ഇതൊന്നുമില്ലാതെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാത്രമാണ് അയാളാണോ പെണ്ണോ എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു നിലക്കും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്. അതായത് ഞാനിപ്പം നേരെ ഒരു സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് പോകുന്നു, അവിടെ ഞാൻ പറയണേ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ വസ്ത്രം ധരിച്ചത് നോക്കാൻ പറ്റുന്നത് പോലെയോ വേറെ ഏതെങ്കിലും രൂപത്തിലോ നോക്കാൻ ഒരു വഴിയുമില്ല. അവിടെ അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ള വഴി. അപ്പോൾ അവിടെയാണ് അങ്ങനെ ഓരോരുത്തർ പറയുന്നത് മാത്രമാണ് അടിസ്ഥാനമെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. വസ്ത്രമൊക്കെ നമുക്ക് മാറ്റി നോക്കാവുന്നതും അല്ലെങ്കിൽ പരിശോധിക്കാവുന്നതുമാണ്, അതൊക്കെ സെക്യൂരിറ്റി ചെക്കപ്പുകൾ നടത്താവുന്നതാണ്, ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് സ്വന്തം വസ്ത്രം മാറ്റിയ എന്നല്ല, എവിടെ നോക്കിയാലും ഈവൻ ബ്രെയിൻ സ്കാൻ എടുത്ത് നോക്കിയാൽ പോലും കിട്ടാത്തൊരു സാധനമാണ് ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ സ്ത്രീക്ക് സൈക്കോളജിക്കലി തന്നെയുള്ളൊരു കാര്യമാണ് സെക്ഷൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. പുരുഷനേക്കാൾ സ്ത്രീക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ആ ഡിപ്പെൻഡൻസ് ഇല്ലാതിരിക്കാൻ സ്ത്രീ എന്ത് ചെയ്യണം, നമ്മൾ സമത്വം ഉപയോഗിച്ചുകൊണ്ട് മാറ്റണം എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണിൻ്റെയും പെണ്ണിൻ്റെയും അടിസ്ഥാന പ്രകൃതത്തെ നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല. പുരുഷ സൈക്കോളജി സ്ത്രീ സൈക്കോളജി എന്നിട്ട് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ആ അടിസ്ഥാന പ്രകൃതത്തെ മാറ്റിയിട്ട് പെണ്ണിനങ്ങോട്ട് മാറ്റിയെടുത്ത് വേറെന്തോ ആക്കി എടുക്കണം എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അവിടെയാണ് നമ്മൾ പറയുന്നത്. ആണും പെണ്ണും വ്യത്യസ്തർ തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, എന്നുവെച്ചാൽ ആ റിയാലിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റെസ്പോൺസിബിൾ സെക്സ് ആവശ്യമാണ്. ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് മാതിരി ഇങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രൂപം അത് പുരുഷന് ഓക്കെയാണ്. താങ്കൾ പല തവണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പുരുഷാധിപത്യം എന്നുള്ളത്. ശരിക്കും ഈ ആധുനിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ആധുനികം എന്ന് പറയുന്ന ആൾക്കാരാണ് ശരിക്കും പുരുഷാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നത്. കാരണം പുരുഷൻ്റെ ആവശ്യമാണ് എന്ത്, സ്ത്രീ അങ്ങനെ ജസ്റ്റ് ഉപയോഗിച്ച് വിടാം എന്ന ഒരു അവസ്ഥ കിട്ടണം എന്നുള്ളത്. അത് പുരുഷൻ്റെ ആവശ്യമാണ്.
കാരണം പുരുഷൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. പുരുഷന് പരമാവധി ഇണകളെ പിന്നെ കിട്ടുക എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം. പക്ഷേ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് അതിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ആ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആളുമായി ഒരു സൈക്കോളജിക്കൽ കണക്ഷനും തുടർന്നുള്ള ഒരു കണക്ഷനൊക്കെ സ്ത്രീ ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീയുടെ സൈക്കോളജി അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാട്രിയാർക്കിയലായിട്ടുള്ള പുരുഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൺ നൈറ്റ് സ്റ്റാൻഡ് അടക്കം ആവാം എന്ന് പറയുന്നതിലൂടെ ശരിക്കും ആധുനികനാവുകയാണെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ശരിക്കും സ്ത്രീവിരുദ്ധനാവുകയാണ്. ഇപ്പം ഇനി നേരെ തിരിച്ച് ഇതേ പുരുഷാധിപത്യം എന്നുള്ളതിനെ നമ്മൾ മതത്തിലേക്ക് കൊണ്ടുവരാം. പലപ്പോഴും പറയാറുള്ളത് മതത്തിൻ്റെ മൊറാലിറ്റിയും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണെന്നുള്ളതാണ് നിങ്ങളുടെ വ്യൂ. നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിൽ നിന്നുള്ളതാണുള്ളത്. മനുഷ്യനുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അത് പുരുഷാധിപത്യപരമാണ് എന്നുള്ളതാണ് പലപ്പോഴായി പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ മതത്തിൻ്റെ നിയമങ്ങൾ പലപ്പോഴും പുരുഷ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഡ്രസ്സിങ്, സ്ത്രീയുടെ ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പുരുഷൻ്റെ താല്പര്യം എന്താ? സ്ത്രീയുടെ പിന്നെ കുറച്ചും കൂടി നഗ്നത കാണണം എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടി സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ നഗ്നത കാണുക, അത് ആസ്വദിക്കുക എന്നുള്ളത് പുരുഷൻ്റെ ഒരു പ്രകൃതിപരമായി തന്നെ ഉള്ള ഒരു ആഗ്രഹമാണ്. ആ പുരുഷൻ്റെ താല്പര്യത്തിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും ഈ ആധുനികർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ സംസാരിക്കുക. എന്നാൽ മതം ശരിക്കും പറഞ്ഞാൽ എന്താ, പുരുഷൻ്റെ അടിസ്ഥാന ആഗ്രഹത്തെ തന്നെ അവിടെ ഇല്ലാതാക്കുകയാണ് മതം ചെയ്യുന്നത്. മതത്തിൻ്റെ മൊറാലിറ്റി എന്താ ചെയ്യുന്നത്? ഈ വസ്ത്രധാരണത്തിലൂടെയൊക്കെ പുരുഷൻ ആസ്വദിക്കാനുള്ളൊരു വസ്തുവല്ല സ്ത്രീ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ പുരുഷാധിപത്യ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മതത്തിൻ്റെ മൊറാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ആധുനിക മൊറാലിറ്റിയിൽ പലപ്പോഴും ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഈവൻ പിന്നെ എന്താ പറയുക ഐറ്റം ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ വെറും ഐറ്റം ആക്കുന്നത് അതടക്കം റൈറ്റാണ്, അതൊക്കെ ആധുനികമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ശരിക്കും പെണ്ണൊരു ഒബ്ജക്റ്റീഫൈ ചെയ്യപ്പെടുകയാണ്. പരസ്യങ്ങളിലൂടെയൊക്കെ വെറും പെണ്ണിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആണിന് കണ്ട് ആസ്വദിക്കാനുള്ള വെറും ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് പാട്രിയാർക്കി എന്ന് പറയുന്നത് ആധുനികതയിലാണ് കാണാൻ പറ്റുന്നത്. പ്രകടമായി ഞങ്ങളിതാ സ്ത്രീ വിരുദ്ധത ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല, പുരുഷൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് പെണ്ണിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആധുനിക മൊറാലിറ്റി പറയുന്ന ആൾക്കാർ ചെയ്യുന്നത്. മതം അതിന് നേരെ വിരുദ്ധമാക്കണം. മതം എങ്ങാനും പുരുഷന്മാരുണ്ടാക്കിയതായിരുന്നെങ്കിൽ, മതത്തിൻ്റെ ധാർമ്മികത പുരുഷന്മാരുണ്ടാക്കിയതായിരുന്നെങ്കിൽ വേണ്ടത് പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അതിൻ്റെ നിയമം ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല. പുരുഷനിൽ കൂടുതൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുകയും ആസ്വാദനത്തിലുള്ള വഴികൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ഈവൻ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് മൊറാലിറ്റിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുരുഷൻ്റെ മേൽ നിർബന്ധമാക്കുകയാണ്. സ്ത്രീക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ജോലി ചെയ്യുക പോലെ കാര്യങ്ങളൊക്കെ അവരുടെ ചോയ്സ് ആക്കി വെക്കുകയും പിന്നെ പുരുഷന് അത് നിർബന്ധമാക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് പുരുഷന് കൂടുതൽ കൊടുക്കുന്നതാണ് മതത്തിൻ്റെ മൊറാലിറ്റി കാണാൻ പറ്റുക. ഒരു പുരുഷൻ ഉണ്ടാക്കിയതായിരുന്നു അല്ലെങ്കിൽ പുരുഷാധിപത്യപരമായി ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് മതത്തിൻ്റെ മൊറാലിറ്റി അല്ല പിന്നെ പുരുഷാധിപത്യം ആധുനികമാണ് എന്നുള്ളതാണ്. സമയം കഴിഞ്ഞോ? ഓക്കെ, എന്നാൽ അടുത്ത നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. 5 മിനിറ്റ് വീതമുള്ള റൗണ്ടാണ്. ആദ്യമായിട്ട് പ്രൊഡ്യൂസർ അവസാനത്തെ റൗണ്ടാണ് വാദപ്രതിവാദങ്ങളുടെ അവസാനം. അല്ല, ഇപ്പോൾ ഇവിടെ ഇതിൽ ഈ നമ്മുടെ സമൂഹത്തിൽ പാട്രിയാർക്കി നിലനിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത നിലനിർത്തുന്നത് 2 രീതിയിലാണ്. ഒന്ന് കോഴേഷൻ അഥവാ കൺവിക്ഷൻ എന്ന് പറയും. അതായത് സ്ത്രീകളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് സ്ത്രീവിരുദ്ധം നടപ്പിലാക്കുക. പിന്നെ അങ്ങനെ അതിന് കീഴടങ്ങാത്ത സ്ത്രീകളെ കോയേഴ്സ് ചെയ്യുക, അതായത് പ്രഷറൈസ് ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ വീടുകളിലെ നമ്മുടെ ബാത്റൂംസ് എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രലാണ്. അപ്പോൾ പിന്നെ അതുപോലെ പൊതുവായിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ ബാത്റൂംസ് ഉണ്ടാക്കുകയും സമൂഹത്തെ അതിനനുസരിച്ച് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള മനുഷ്യരോടും വ്യക്തികളോടും തുല്യതാബോധത്തോടുകൂടി പെരുമാറാനുള്ള ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ അതുപോലെ തന്നെ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സാധനം തന്നെ ഈ ഒന്ന് നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ വ്യത്യാസം കൊണ്ടാണ്. അതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതികളുടെ വ്യത്യാസം കൊണ്ട് ആണ് നമുക്കിങ്ങനെ ഇത് വ്യത്യാസമാണ് എന്നും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്നും നമുക്ക് തോന്നുന്നത്. ഇത്തരം ചിന്തകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന റിലീജിയസ് മോറൽ വ്യൂവിൽ നിന്ന് ഞാൻ വ്യത്യസ്തരാണ് എന്ന് പറയുന്നതാണ്. അത് ബേസിക്കലി ബേസിക്കൽ പ്രശ്നം ഇതൊരു ബയോളജിക്കൽ ക്വസ്റ്റ്യൻ അല്ല. അതായത് ഈ ഡിപ്പെൻഡൻസി തുല്യത ഇല്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യത ഇല്ലായ്മ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്വസ്റ്റ്യൻ അല്ല, അതൊരു സോഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ബയോളജിക്കലി ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇത് ബേസിക്കലി ഇവിടുത്തെ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് സോഷ്യോളജിക്കലാണ്. കാരണം നമ്മൾ വളർന്നു വന്ന അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. ഞാനിവിടെ വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത് കേവലമായി ഹെറ്ററോസെക്ഷുവാലിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഓൾ ജെൻഡർ സെക്സ് ആണ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു, അവർ ചെയ്യുന്നു, അതായത് പോകുന്നു. ഇതെന്തോ മഹാ അപരാധമായി കാണുന്നത് റിലീജിയസ് വ്യൂ ആണ്. അവർ ചെയ്യുന്നത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സേഫായിട്ട് ചെയ്യുക,
സെക്യൂറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ അവിടെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഈ സേഫ് പ്രാക്ടീസസിൻ്റെ അറിവ് കൊടുക്കേണ്ടി വരുന്നത് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂടി വരുന്നുണ്ടെന്നാണ്. പിന്നെ ഈ ഡ്രസ്സിംഗ് ഒക്കെ പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ അതായത് ഇങ്ങനെ ചെയ്ത്, അതായത് പുരുഷന്മാർക്ക് സ്ത്രീയെ കണ്ടുടനെ നിങ്ങൾക്കൊരു വ്യക്തിയെ കണ്ടുടനെ തന്നെ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയും അവർ അപ്പുറത്തേക്കുന്ന ആൾക്ക് തോന്നാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്നിട്ട് നിങ്ങൾ പോയി ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതായത് രണ്ടുപേർക്കും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുപോലെ തോന്നുകയും അപ്പോൾ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളത് അതവിടെ കഴിഞ്ഞു, അത് തീർന്നു പോയി എന്നുള്ളതാണ്. ഇതെല്ലാം പാട്രിയാർക്കൽ മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. അതായത് ഈ അവരുടെ ഈ എന്താണ് ഒരു ഡ്രസ്സിങ് ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് പുരുഷന്മാർക്ക്, അതെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് അപ്പോൾ പുരുഷന്മാർ വെറും വൃത്തികെട്ടന്മാരാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കണ്ടുടനെ അങ്ങ് വികാരം തോന്നി അങ്ങ് ആക്രമിക്കുന്നുള്ളത് അത് അങ്ങനെയല്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുരുഷന് വേറെ പുരുഷനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നൂല എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഈ ധാരണ ഉണ്ടായതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ വസ്ത്രമൊക്കെ ഇതിനെ കുറിച്ച് വെച്ചത്. കാരണം ഒരു പുരുഷന് വേറെ പുരുഷനെ കണ്ടാലും തോന്നുമല്ലോ, അവിടെ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമല്ലോ, അത് ചെയ്തങ്ങ് പോകുമല്ലോ. കാരണം മാത്രമല്ല ലൈംഗികത എന്ന് പറയുന്നത് ഇവിടുത്തെ മതങ്ങളിൽ പിന്നെ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈംഗികത കൊടിയ പാപമായി കാണുന്നു. മാത്രമല്ല ലൈംഗികത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ലൈംഗികതയും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നുള്ള പ്രത്യേകത കാണുന്നു. അപ്പം സ്വാഭാവികമായും ഒരു 2 സ്ത്രീകളോ 2 പുരുഷന്മാരോ ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിലുള്ളതായിരിക്കും ചിലപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നില്ലാത്തത് കൊണ്ട് അവർ അതുകൊണ്ടാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാതിരുന്നത് എന്നുള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം ഞാൻ ഈ റിലീജിയൻ ഈ പറഞ്ഞ പോലെ ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റിയിലും കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് അതിൽ ഞാൻ കിടക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആയിരിക്കുക എന്നുള്ളതാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങൾ ആ വ്യക്തികൾ തമ്മിലുള്ളതാണ്. അതിൽ സമൂഹത്തിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, സേഫ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ആ ഒരു ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ബാസിലിൻ്റെ അവസാനത്തെ റൗണ്ടാണ്, 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം പറയാം. കോയേഷൻ അതുപോലെ തന്നെ കൺവിക്ഷൻ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്ത്രീ വിരുദ്ധത പലപ്പോഴും ആ രൂപത്തിലാണ് വരിക, സ്ത്രീയുടെ തന്നെ ആവശ്യമായിട്ട് തോന്നിപ്പിക്കുക, എന്നിട്ട് സ്ത്രീ വിരുദ്ധത നടപ്പിലാക്കുക. അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐറ്റം ഡാൻസുകളിൽ, അതുപോലെ തന്നെ സ്ത്രീയുടെ ശരീരം പ്രകടിപ്പിക്കുന്നതിലാണ്, അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിലാണ് അവളുടെ ഒരു എന്താ പറയുക, പിന്നെ അവളുടെ ഒരു എന്താ പറയുക, പിന്നെ വ്യക്തിത്വം എന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് പുരുഷൻ എന്താണോ വേണ്ടത് അത് നടപ്പിലാക്കി കൊടുക്കാൻ. ശരിക്കും താങ്കൾ പറഞ്ഞ അതേ കാര്യം നടക്കുന്ന ആധുനികതയിലാണ്. അതൊക്കെ ഭയങ്കര എന്തോ ഒരു പിന്നെ ലിബറേഷനാണ്, അതാണ് ഭയങ്കര വ്യക്തിത്വം പ്രകടിപ്പിക്കൽ എന്ന് തോന്നിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് അതേ കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ള താങ്കൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ ആധുനികതയിൽ നടക്കുന്നത്. മതത്തിൽ നേരെ തിരിച്ചാണ് നടക്കുന്നത്. മതത്തിൽ ഈ സ്ത്രീയുടെ ശരീരം ആസ്വദിക്കാനുള്ള വഴികൾ പുരുഷനെ വല്ലാതെ ലിമിറ്റ് ചെയ്യാൻ. അവൻ വളരെ റെസ്പോൺസിബിളായി മാത്രമേ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാനോ അല്ലെങ്കിൽ ലൈംഗികതയിലേക്ക് കടക്കാനോ പറ്റുള്ളൂ എന്ന റെസ്ട്രിക്ഷനിലേക്ക് പുരുഷനെ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ പിന്നെ മതം ചെയ്യുന്നത്. ആധുനികത നേരെ പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ ഉപയോഗിക്കാനുള്ള വഴികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ മൊത്തം വൃത്തികെട്ടവരാണല്ലോ. ശരിയാണ്, പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ട്, ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട തോട്ട്സ് ഒന്നും ഇല്ല, പുരുഷന്മാർ ഭയങ്കര പരമപരിശുദ്ധരാണ് എന്ന തോട്ടാണ് യഥാർത്ഥത്തിൽ ആധുനികത. അതാണ് ഞാൻ പറഞ്ഞത്, അത് പുരുഷാധിപത്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുരുഷന്മാർക്ക് അങ്ങനെ ലൈംഗികമായ തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. പുരുഷന്മാർ ഭയങ്കര പരമപരിശുദ്ധരാണ്, അവർക്കൊരു സ്ത്രീയുടെ നഗ്നത കണ്ടാലും ഒന്നും തോന്നൂല, അവർ പിന്നെന്താ പറയുക, സ്വിച്ചിട്ടാൽ മാത്രം വരുന്നൊരു ലൈംഗികത ഉള്ളവരാണ് എന്ന ആ ഒരു ഇതുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ആധുനിക ചെയ്യുന്നത്. അത് പുരുഷാധിപത്യപരമാണ്. യാഥാർത്ഥ്യം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി തോട്ട്സ് തുടങ്ങുന്നത് അവൻ്റെ വിഷനിൽ നിന്നാണ്. പവർ ഓഫ് വിഷൻ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം വിഷനിലൂടെയാണ് പുരുഷന്, കാഴ്ചയിലൂടെയാണ് പുരുഷന് ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവുക, അതിലൂടെയാണ് അതിനെ തുടർന്നുണ്ടാകുന്ന ആക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയിലൂടെയുള്ള സുഖം എന്ന് പറയുന്നത് പുരുഷനുള്ളൊരു കാര്യമാണ്. അതങ്ങനൊന്നും ഉണ്ടാവില്ല. പുരുഷന്മാർ ഭയങ്കര ഓക്കെ ആണ് എന്ന് ആധുനികത പറയുന്നുണ്ടെങ്കിൽ ആധുനികത പുരുഷാധിപത്യപരമാണ്. മതം പറയുന്നു അങ്ങനെയല്ല. പുരുഷന് പിന്നെ കണ്ടാൽ, ചില കാര്യങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നെ ശരീരം കണ്ടാൽ എന്ത് വരും, അത്തരത്തിലുള്ള തോട്ട്സ് വരും. എന്ന് വെച്ചാൽ തോട്ട്സ് വരും എന്ന് പറയുന്നത് ഒരിക്കലും അത് നിങ്ങൾക്ക് ആക്രമിക്കാൻ ഉള്ള അനുവാദമല്ല. ആക്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ്. തീർച്ചയായും യാതൊരു സംശയമില്ല. ഒരാളിനിപ്പോൾ ഒന്നും ഇടാത്തൊരു പെണ്ണ് വന്നു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും അത് ആക്രമിക്കാനുള്ള ലൈസൻസ് അല്ല. നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മതം ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കി, ഒരു ഡ്രസ്സിങ്ങിലൂടെ പുരുഷന് അത് ആസ്വദിക്കാൻ പറ്റാത്തൊരു സിസ്റ്റം എന്തുകൊണ്ട് ഉണ്ടാക്കി? അത് പുരുഷൻ്റെ ഈ തോട്ട് എന്ന് പറയുന്ന റിയാലിറ്റിയെ കൺസിഡർ ചെയ്തായതുകൊണ്ടാണ്. ആധുനികത എന്ത് ചെയ്യുന്നു, പുരുഷന്മാരെ ഭയങ്കര ശുദ്ധന്മാരാക്കി വെക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പുരുഷാധിപത്യപരമായ അത്തരമൊരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പുരുഷൻ അങ്ങനെ ഒന്നും ചിന്തിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിയാലിറ്റിക്ക് വിരുദ്ധമായ ഒരു കാര്യം സ്ത്രീകളെ കൊണ്ട് അടക്കം വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കൊയേഷൻ ആൻഡ് കൺവിക്ഷൻ ഉണ്ടാക്കി അത്തരത്തിലൊരു പുരുഷാധിപത്യം ഉണ്ടാക്കുകയാണ് ആധുനികത ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അത് ബാത്റൂമിലെ പ്രശ്നങ്ങളൊക്കെ
വീട്ടിൽ ജെൻഡർ ന്യൂട്രൽ അല്ലേ എന്നുള്ള ഒരു കാര്യമൊക്കെ എങ്ങനെയാണ് അതിനൊരു ഇതാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞു അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് വെരിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പബ്ലിക്കിൽ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കുക, ഈ ഡിഫറൻ്റ് ആയ ടോയ്ലറ്റുകൾ ഉള്ള സ്ഥലത്ത് പോലും പുരുഷന്മാരെ അതിക്രമിച്ചടക്കം ഇവിടെ എന്ത് ചെയ്യാണ്, പിന്നെ ഇവിടെ അബ്യൂസുകൾ നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വീട്ടിൽ നമുക്കറിയാം നമ്മുടെ റിലേറ്റീവ്സ് മാത്രമുള്ള സ്ഥലത്ത് ഒരു ബാത്റൂം മാത്രമാണ് എന്ന ന്യായം പറഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അത് എത്രമാത്രം വലിയ സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാക്കുക എന്നുള്ളത് തിരിച്ചറിയാത്ത രൂപത്തിൽ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ അതിക്രമിച്ചുകൊണ്ട് പുരുഷന്മാർ കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ, ഒരു വെരിഫിക്കേഷൻ ഇല്ലാത്ത രൂപത്തിൽ ഏത് പുരുഷനും സ്ത്രീയുടെ പിന്നെ പ്രൈവറ്റ് സ്പേസസിലേക്ക് കടക്കാം എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് വളരെയധികം സ്ത്രീവിരുദ്ധമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസി അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്ബ്രിങ്ങിങ് കൊണ്ട് ഉണ്ടാകുന്നതാണ്, നമ്മൾ വളർത്തിയെടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നത് സയൻറ്റിഫിക്കലി കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആണിൻ്റെയും പെണ്ണിൻ്റെയും പിന്നെ സൈക്കോളജി വ്യത്യസ്തമാണ്, അവരുടെ ബ്രെയിൻ വ്യത്യസ്തമാണ് എന്നുള്ളത് സയൻറ്റിഫിക്കലി തന്നെ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജെൻഡേർഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും തോട്ട്സ് ഡിഫറൻറ്റ് ആണ്. ഈവൻ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പോലും അതിൻ്റെ ഡോസിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്വാഭാവികമായിട്ടും വ്യത്യാസങ്ങളുണ്ട്. അതൊരിക്കലും ചിലതൊക്കെ അപ്ബ്രിങ്ങിങ്ങിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ ഭൂരിപക്ഷവും അവരുടെ ബയോളജിയിൽ തന്നെ ഉള്ള വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളെ നമ്മൾ മാസ്ക് ചെയ്തിട്ട് ഒരു സ്യൂഡോ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, സ്യൂഡോ ഒരു പിന്നെ ഇക്വാളിറ്റി നമ്മളങ്ങോട്ട് അസ്യൂം ചെയ്തിട്ടുള്ള ഒരു രൂപങ്ങൾ അൾട്ടിമേറ്റ്ലി പിന്നെ ഒരു സ്ത്രീയുടേതടക്കമുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് പോവുക, അല്ലെ സ്ത്രീകളെ തന്നെ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്കാണ് പോവുക എന്നുള്ളതാണ് പറയാൻ. ഓക്കെ, ഇനി നമ്മുടെ റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്, വാദപ്രതിവാദങ്ങൾ. ഇനി കൺക്ലൂഷനാണ്. 10 മിനിറ്റ് വീതമാണ് ഇരുവിഭാഗത്തിനുള്ളത്. ആദ്യം കൺക്ലൂഷന് വേണ്ടി പ്രതീഷ് സാറിനെ ക്ഷണിക്കാം. അല്ല, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന് നമ്മളിത് അറിവ് നേടുക എന്നതാണ് ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, സമൂഹത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, ആശയത്തെക്കുറിച്ചൊക്കെ അറിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അറിവ് നേടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു പുസ്തകം വായിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കുക എന്നതിനേക്കാൾ ഉപരി അത് എന്തിനു വായിക്കുന്നു, അത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുക കൺസെപ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും ഈ റിലീജിയസ് വ്യൂവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസിലൂടെയാണ് ഇതൊക്കെ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ പുരുഷൻ്റെ ജെൻഡേർഡ് ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് ആൾറെഡി അശാസ്ത്രീയമാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അങ്ങനെ ഒരു ജെൻഡേർഡ് ബ്രെയിൻ ഒന്നുമില്ല. അതായത് പുരുഷന്മാർക്ക് പ്രത്യേക ബ്രെയിൻ, സ്ത്രീകൾക്ക് പ്രത്യേക ബ്രെയിൻ, അതൊക്കെ കൺസെപ്റ്റ് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ പുരുഷൻ ഇങ്ങനെ, അതായത് സ്ത്രീയും പുരുഷനും മാത്രമുള്ള എന്ന് വെച്ചാൽ സ്ത്രീ ഇങ്ങനെ പുരുഷൻ ഇങ്ങനെ തോന്നുന്നു, ഇതെല്ലാം അതായത് ഇപ്പോൾ തിരിച്ചും തോന്നാമല്ലോ. ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനോടും തോന്നുകയും ആ സ്ത്രീ ആക്രമിക്കുകയും ചെയ്താൽ ശരിയാവുമോ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത് പോകുന്നത്. അപ്പോൾ അതായത് ഏത് സിസ്റ്റമായാലും അതിനെ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, അത് ആ വ്യക്തിയുടെ ആ ഒരു ഇതിൻ്റെ കുഴപ്പമാണ്, ആ സാമൂഹിക ക്രമത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതിനെ കൂടുതൽ ആധുനികമാക്കുക, ഇൻക്ലൂസീവ് ആക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെയാണ് പ്രധാനം. അതായത് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു ദർശനത്തിൻ്റെ പേരിൽ ഒരു ആക്രമണം നടന്നാൽ ആ ആക്രമണം ചെയ്ത ആക്രമണം അല്ലെങ്കിൽ ആ ആക്രമണം ശരിയല്ല എന്നതുകൊണ്ട് ആ ദർശനം തെറ്റാവില്ല. ദർശനം തെറ്റണമെങ്കിൽ ആ ദാർശനികമായിട്ടുള്ള അതിൻ്റെ കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ദർശനം തെറ്റാണെന്ന് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജെൻഡർ എന്ന് പറയുന്നത് സ്പെക്ട്രമാണ്. അല്ലെങ്കിൽ ജെൻഡർ ഇപ്പോൾ അത് സയൻറ്റിഫിക് അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ മനുഷ്യർ തുല്യരാണ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടല്ല നമ്മൾ തുല്യതയെക്കുറിച്ച് പറയുന്നത്. തുല്യതയെക്കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ നിലപാടിൻ്റെ ഭാഗം കൂടിയിട്ടാണ്. അതൊരു ആധുനിക നിലപാടാണ് മനുഷ്യർ തമ്മിലുള്ള തുല്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവരെ സ്വയം ഇന്ന ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഇതിനെ മാനിക്കുക, അതിൻ്റെ പേരിൽ അവരെ ആക്രമിക്കാതിരിക്കുക, അതിൻ്റെ പേരിൽ അവർക്കെതിരെയുള്ള ഫോബിയ കൂട്ടിക്കൊണ്ട് ഈ ഫ്യൂൽ ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സൊക്കെ പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു വാദം. പിന്നെ ചർച്ചകളൊക്കെ നടക്കണം, സംവാദങ്ങളുണ്ടാകും, സംവാദാത്മകമാകണം, സമൂഹം കുറച്ചുകൂടി ഇൻക്ലൂസീവ്. അപ്പോൾ അതനുസരിച്ച് അതായത് നമുക്ക് എല്ലാ എതിർപ്പുകളും, നമ്മൾ 100 കാര്യം പറയുമ്പോൾ ആ 100 കാര്യത്തിലും വിയോജിപ്പുള്ളപ്പോൾ പോലും അവിടെ സാഹോദര്യത്തിനും സമത്വത്തിനും തുല്യതയ്ക്കും സ്ഥാനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന, അതായത് എന്താണ് ലെഫ്റ്റ് എന്ന് പറയുന്ന പോലെ, അതായത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, അതായത് സമത്വം, സ്വാതന്ത്ര്യം,
സാഹോദര്യം. അപ്പം സമത്വം എന്ന് പറയുന്നത് കേവല സമത്വമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് സാഹോദര്യമില്ലാതെ സ്നേഹമില്ല, സ്നേഹമില്ലാതെ സമത്വമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതുപോലെ അത്തരം സമത്വവും സാഹോദര്യം നിറയുന്ന സമൂഹത്തിലേക്ക് വരണം. അതിന് നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കുക എന്നത് പ്രധാനമാണ്. ഞാൻ അവസാനമായി എൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഒരു പുസ്തകം വായിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അത് എന്തിനു വായിക്കുന്നു, അത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് പരമപ്രധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി കൺക്ലൂഷന് വേണ്ടി ബാസിലിനെ ക്ഷണിക്കുന്നു. 10 മിനിറ്റ്. വളരെ നല്ലൊരു ചർച്ചയാണ് ഇവിടെ നടന്നത്. നമ്മൾ തുടങ്ങിയത് പല സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും അവസാനം പല വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നു. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ എവിടെയെങ്കിലും കെട്ടിക്കിടന്ന് നിൽക്കാതെ പല രൂപത്തിലേക്ക് പോയി. അപ്പോൾ അതിൽ പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞ് തുടങ്ങിയത് പിന്നെ സ്വാഭാവികമായിട്ടും പല ലോകവീക്ഷണങ്ങളിലുള്ളവർ ഇത്തരം കാര്യങ്ങളെ പലതായിട്ടാണ് കാണുക. പിന്നെ കുറച്ചും കൂടി ഒരു ലിബറൽ അല്ലെങ്കിൽ മതരഹിതമായ ലോകവീക്ഷണത്തിലൂടെ നോക്കുന്ന ആളുകൾ ലൈംഗികതയും ലിംഗസ്വത്വങ്ങളെയും കാണുന്നത് വേറെ രൂപത്തിലേക്കും, പ്രത്യേകിച്ചും പോസ്റ്റ് മോഡേണായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള ഐഡിയോളജികളെ ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ ആ രൂപത്തിലൊക്കെ സംസാരിക്കും. പക്ഷേ അതല്ലാത്ത വേൾഡ് വ്യൂകളിലുള്ളവർ അവർ ലിംഗസ്വത്വങ്ങളെ അടിസ്ഥാനപരമായി 2 സ്വത്വങ്ങളായിട്ടും അതിൽ നിന്നുള്ള വേരിയേഷൻസ് ആയിട്ടും കാണുന്നവരുണ്ട്. ബയോളജിക്കൽ വേരിയേഷൻസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ വേരിയേഷൻസും എന്ന രൂപത്തിൽ കാണുന്നവരുണ്ട് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. അത് അങ്ങനെ കാണാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഏറ്റവും നല്ലൊരു പൊസിഷനാണ് മറുഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം ഡിബേറ്റുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിയോജിപ്പുകൾ പറയുമ്പോഴേക്ക് അത് ഫോബിയാണ്. നമ്മൾ ഒരു പിന്നെ സ്വവർഗരതി ഞങ്ങൾക്ക് മോറലി തെറ്റാണ് എന്ന് പറയുമ്പോഴേക്ക് അത് ഫോബിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു കാര്യത്തിനോട് വിയോജിക്കുന്നു, ഇതിൻ്റെ ജെൻഡർ പൊളിറ്റിക്സിനോട് വിയോജിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ക്യൂർ ഫോബിക്കാണ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ അത് എടുത്തില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് കൂടുതൽ ആളുകൾ അത്തരമൊരു പൊസിഷനെക്കുറിച്ച് ബഹുമാന്യനായ പ്രതീഷ് സാർ എടുത്ത ഒരു പൊസിഷനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നുള്ളതാണ്. ഈവൻ ഞങ്ങളോട് വിയോജിക്കുന്നവർക്ക് പോലും ഈ ഒരു പൊസിഷനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡായ ഒരു കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ചില ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഫ്യൂവൽ ചെയ്യുന്നവരാകരുത് ഇത്തരത്തിൽ സംസാരിക്കുന്നവർ എന്നുള്ളത് തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ആയതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രം, ഈവൻ ഞങ്ങൾ LGBT വിഷയത്തിൽ ശീതൽ ശ്യാമുമായി നടന്നിട്ടുള്ള ഡിബേറ്റൊക്കെ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നത് തന്നെ ഇവിടെയുള്ള ഒരുപാട് തരത്തിൽ അവരെ ആക്രമിക്കുന്ന വയലൻസ്, അത് വയലൻസ് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് അടിക്കുക പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈവൻ പദങ്ങളിലൂടെ ഉള്ള വയലൻസ്, ഇപ്പോൾ 9 എന്ന് വിളിക്കുക, പെണ്ണെന്ന് വിളിക്കുക, അങ്ങനെയുള്ള പലതരത്തിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക, ഇതുപോലും പാടില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പൊസിഷൻ എന്നതടക്കം ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇത് പറയാറുള്ളത്. പിന്നെ അതേ സമയത്ത് ഇവിടെ എന്തുണ്ട്, പിന്നെ വലിയ രൂപത്തിൽ ഫോബിയുണ്ട്, അതിലേക്ക് ഫ്യൂവൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ഇവിടെ മുസ്ലിങ്ങൾക്ക് അവരുടെ മൊറാലിറ്റിയോ അവരുടെ ആശയങ്ങളോ പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിലേക്ക് ഫ്യൂവൽ ചെയ്യുന്നതാണ് പലപ്പോഴും ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വാദക്കാർ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു കാര്യം തെറ്റാണ് എന്ന് പറയുമ്പോഴേക്ക് അത് ഫോബിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി അനുസരിച്ച് ജീവിക്കാനോ അവരുടെ മക്കളെയെങ്കിലും അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാനോ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ റിയാലിറ്റി ഷോകളിലും TV-യിലൊക്കെ ഒരാൾ ഒരു കാര്യം നോർമലൈസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ സ്വവർഗാനുരാഗം അത് ഭയങ്കര നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പാണെന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ പറയാൻ തന്നെ നിങ്ങൾക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അത് പറയുന്നത് ഫോബിയാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു വയലൻസാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, സെക്യുലർ വയലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വയലൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടേക്ക് ഫ്യൂൽ ചെയ്യുന്നത് ആവരുത് മറുഭാഗത്തു നിന്നുള്ള ആശയങ്ങളും. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ആശയങ്ങളും ലോകവീക്ഷണങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ജെൻഡേർഡ് ബ്രെയിൻ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബയോളജിക്കലാണെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും നമ്മൾ സ്ഥിരമായി പഠിക്കുന്നൊരു കാര്യമാണ് ബ്രെയിനിലുള്ള ഡിഫറൻസസ് എന്നുള്ളത്. എന്നാൽ അതേസമയത്ത് ശരിയാണ്, ചില ഫെമിനിസ്റ്റ് പിന്നെ ചില പ്രൊപ്പഗണ്ടകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, ചില പഠനങ്ങൾ അത് തടഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ പിന്നെ ഡോക്ടർ ഡെബ്രാസോ ഒരു സെക്സോളജിസ്റ്റ് ആയിരുന്നു, പിന്നെ പിന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് പഠിച്ച ആളാണ്. അവർ എഴുതിയിട്ടുള്ള എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അത് ഈ വിഷയം മാത്രം അവർ വിശദീകരിക്കുന്നുണ്ട്. ജെൻഡേർഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ഈ പറഞ്ഞ ബ്രെയിൻ ഡിഫറൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന പഠനങ്ങളെപ്പോലും ബ്ലോക്ക് ചെയ്യാൻ. അതിൻ്റെ കാരണം ഈ ജെൻഡർ പൊളിറ്റിക്സും കൂടി ആയിട്ട് ബന്ധമുള്ളതാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഡിഫറൻ്റ് ആയ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആണ് എന്ന് തെളിഞ്ഞാൽ അത് ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായൊരു ഡയറക്ഷനിലാണ് അത് പോവുക എന്നതിൻ്റെ പേരിൽ മാത്രം അത്തരം പഠനങ്ങൾ പോലും ബ്ലോക്ക് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് അശാസ്ത്രീയമല്ല, യഥാർത്ഥത്തിൽ ജെൻഡേർഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ തടയുന്നതാണ് ശാസ്ത്രവിരുദ്ധമായൊരു കാര്യം. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് വന്നാൽ എന്തോ വലിയൊരു പ്രശ്നമാണ് എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ മാറ്റേണ്ടത്.
ദർ ഈസ് ഡിഫറൻസസ്. ആണും പെണ്ണും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട്, മാനസികമായ വ്യത്യാസങ്ങളുണ്ട്, അതേപോലെ തന്നെ അവരുടെ ചിന്തകൾ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരാളും മേലോട്ടോ താഴോട്ടോ ആവുന്നില്ല. അവരെല്ലാവരും സ്പിരിച്വലി ഈക്വലാണ്. ആ ഡിഫറൻസസിനെ നമ്മൾ ആ നിലക്ക് കാണണം എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതെല്ലാം ഒരു ഇല്ലാത്തൊരു ഇക്വാളിറ്റി നമ്മൾ അസ്യൂം ചെയ്തിട്ട് പിന്നെ ആളുകൾ മനസ്സിലാക്കുകയാണ്, പിന്നെ ഈ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പുരുഷാധിപത്യപരമായ ചിന്തകളിലേക്കൊക്കെ പലപ്പോഴും പോകുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മാസ്ക് ചെയ്തുകൊണ്ടാകരുത് നമ്മൾ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ സ്ത്രീക്ക് പുരുഷനോടും നോട്ടത്തിൽ ഇത്തരത്തിൽ തോന്നാലോ എന്നുള്ളതാണ്. അവിടെയും നമ്മൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. പുരുഷന് ഈ പറഞ്ഞ നോട്ടത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ലൈംഗികമായ ട്രിഗറിങ് ഉണ്ടാവുക എന്നുള്ളത് ശാസ്ത്രമായതുപോലെ തന്നെ സ്ത്രീക്ക് അങ്ങനെ അല്ല എന്നുള്ളതും ശാസ്ത്രമാണ്. കാരണം സ്ത്രീക്ക് കുറച്ചുകൂടി ഒരു സാമീപ്യത്തിലൂടെയും കുറച്ചുകൂടി എന്താ പറയുക പിന്നെ ഒരു സ്പർശനത്തിലൂടെയൊക്കെയാണ് കൂടുതൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനെ കാണുമ്പം നോട്ടത്തിലൂടെയല്ല പലപ്പോഴും സെക്ഷൽ ട്രിഗറിങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ശാസ്ത്രം പഠിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരേപോലെയല്ല. രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു സൊസൈറ്റിയിലുള്ള ഒരു അവരുടെ പ്രിവിലേജസ് എന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. ഒരു ആണിന് പെണ്ണിനോട് ഓക്കെ ഇതെല്ലാം ഒരേപോലെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നാൽ പോലും ആണിന് പെണ്ണിനെ കാണുമ്പോൾ തോന്നുന്നതും പെണ്ണിന് ആണിനെ കാണുമ്പോൾ തോന്നുന്നതും ഒരേപോലെയല്ല സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ആയിക്കോട്ടെ, ഇനി ഒരു 10 സ്ത്രീകൾ ഇരിക്കുന്നിടത്തേക്ക് ഒരു പുരുഷൻ നഗ്നനായിട്ട് പോയി എന്ന് വിചാരിക്കുക. എന്നാൽ പോലും അവിടെ പുരുഷൻ എന്തുണ്ട്, അവിടെ ഉപദ്രവിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ഒരു 10 പുരുഷന്മാരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ പോയാലോ, നഗ്നത ഇട്ടൊന്നും വേണ്ട, സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ പോലും അവിടെ നമ്മളൊരു അപകടം കാണുന്നുണ്ട്. അവിടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ നിയമങ്ങൾ, ആ വ്യത്യാസങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് ആ പ്രൊട്ടക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മതത്തിൻ്റെ നിയമങ്ങൾ. പക്ഷേ ഈ ആധുനികത ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ മാറ്റിയിട്ട് ആ വ്യത്യാസങ്ങൾ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മാസ്ക് ചെയ്തിട്ട് ഇല്ലാത്തൊരു ഒരു ഇക്വാളിറ്റി എന്ന പേരിൽ ചില കാര്യങ്ങൾ, യാഥാർത്ഥ്യ വിരുദ്ധമായ കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് സ്ത്രീവിരുദ്ധമായൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരെങ്കിലും ചെയ്യുന്ന വയലൻസുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അത് ആ ദർശനത്തിൻ്റെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്തതിൻ്റെ പേരിൽ ഇസ്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എത്തീസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എത്തീസം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ക്യൂർ വ്യക്തികൾ ചെയ്തതിൻ്റെ പേരിൽ ഈ പറഞ്ഞ LGBT ഐഡിയോളജി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും അത് അങ്ങനെ ആരോപിച്ചിട്ടുമില്ല. നമ്മൾ ഈ സംസാരത്തിലോ മുൻപുള്ള സംസാരങ്ങളിലോ ഏതെങ്കിലും ട്രാൻസ്ജെൻഡറുകൾ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് LGBT മൊത്തം അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാറില്ല. അത് പറയാനും പാടില്ല. നമ്മൾ പറയുന്ന ആ ദർശനം തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. ദർശനത്തിൽ തന്നെ തെറ്റുകളുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ബയോളജിക്കൽ ബേസ് ഇല്ലാത്ത കാര്യമാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന പേരിൽ ഓരോരുത്തർക്കും എന്തായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഒരിക്കലും വെരിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സൊസൈറ്റിയിലേക്ക് നമ്മൾ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. അവസാനമായിക്കൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ സെക്ഷുവാലിറ്റി ഐഡൻറ്റിറ്റി അത് പിന്നെ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചാലൊന്നും കുഴപ്പമില്ല എന്നുള്ളത്. അതിൽ അതിൻ്റെ കൂടെ പറഞ്ഞത് ഈവൻ ഇസ്ലാമിക് മോറൽ കോഡ് പഠിപ്പിച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളതാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല ദർശനങ്ങൾ എന്ന പേരിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ തീരുമാനിക്കുകയാണ് ഇസ്ലാം പഠിപ്പിക്കുക, ക്രൈസ്തവത പഠിപ്പിക്കുക എന്ന്, അതിൻ്റെ കൂടെ ലിബറലിസം പഠിപ്പിക്കുക, വേണമെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് പഠിപ്പിക്കുക എന്ന രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നാളെ മുതൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടുതലാണല്ലോ, അവിടെയുള്ള പിന്നെ മലപ്പുറം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് തീരുമാനിക്കുകയാണ് ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഇസ്ലാം എന്ന് പറയുന്നൊരു കാര്യം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈന്ദവരായ ആളുകളുണ്ടാവും, അതിനോട് താല്പര്യമുള്ള ഇല്ലാത്തവരുണ്ടാവും. അവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒന്ന് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. എല്ലാ ദർശനങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിൻ്റെ ഭാഗമായി പഠിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇസ്ലാമാണ് ശരി എന്ന രൂപത്തിൽ അവിടെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞത്. ഒരു ദർശനം, ജെൻഡർ പൊളിറ്റിക്സ് എന്നൊരു സംഭവമുണ്ട്, ഇതിന് ഇന്ന വാദങ്ങളുണ്ട്, അതിന് മറുവാദമായിട്ട് റിലീജിയസ് മൊറാലിറ്റിക്ക് ഇന്ന വാദങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇതെന്താ പഠിപ്പിക്കുന്നത്, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊറാലിറ്റി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടാണ് വിയോജിപ്പ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ സെക്ഷുവാലിറ്റി ഐഡൻറ്റിറ്റി എന്നൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ഈ സെക്ഷുവാലിറ്റി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു നിലക്കും ഒരു കുട്ടിയുടെ അപ്ബ്രിങ്ങിങ്ങുമായിട്ട് യാതൊരു നിലക്കും ബന്ധമില്ലാത്ത കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയൊരു കാര്യമാണ് എന്ന് അസ്യൂം ചെയ്യാൻ. ഒരു കുട്ടിയുടെ അപ്ബ്രിങ്ങിങ്ങിൽ വരുന്ന അവന് കിട്ടുന്ന എല്ലാ ഇൻപുട്സും അവനെ ബാധിക്കും, അവൻ്റെ പേഴ്സണാലിറ്റിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഒരു ടീനേജ് കാലഘട്ടത്തിലൂടെ കുറച്ചുകൂടി ഒരു സ്വത്വ പ്രതിസന്ധിയൊക്കെ സ്വാഭാവികമായും അനുഭവിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികളും വളരുക. ആ സമയത്ത് തന്നെ കുട്ടിയെ പഠിപ്പിക്കുകയാണെന്ത്, നിൻ്റെ ഐഡൻറ്റിറ്റി ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കാം, നീ ഈ ജനിച്ചെങ്കിലും പെണ്ണായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കൺഫ്യൂഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് തീർച്ചയായും അവൻ്റെ കാഴ്ചപ്പാടുകളെ ബാധിക്കും, അവൻ്റെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളെ ബാധിക്കും, അവൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. അപ്പം അങ്ങനെ ബാധിക്കുന്ന രൂപത്തിൽ
പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരെ അടക്കം അത് അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് അതിനോടുള്ള പിന്നെ വിയോജിപ്പുകളായിട്ട് പറയാനുള്ളത്. പൊതുവെ പല വിഷയങ്ങളിലും യോജിച്ചു, ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ വിയോജിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴേക്ക് ഒരു മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുമ്പോഴേക്ക് അത് ഫോബിയാണ്, അത് പാടില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ആധുനിക സമൂഹത്തിൽ അങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് വകുപ്പില്ല. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണെന്ന് തോന്നുന്നുണ്ട് ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന് ഇന്നും വിശ്വസിക്കുന്നവർ മനുഷ്യരായി കണക്കാക്കാൻ നമുക്ക് പറ്റുമോ എന്നാണ് ഒരു എലക്ഷൻ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർ മനുഷ്യർ പോലും അല്ല. എന്തിൻ്റെ പേരിൽ? ഒരു മോറൽ പൊസിഷൻ എടുത്തതിൻ്റെ പേരിൽ. അങ്ങനെ അടക്കമുള്ളൊരു സൊസൈറ്റിയിൽ അത് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ അതേസമയത്ത് ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും അവരവരുടെ മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്നൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നത്. വളരെ ആശയപരമായിട്ടുള്ള സംവാദങ്ങളായിരുന്നു രണ്ട് ഭാഗത്തേക്കും വാദപ്രതിവാദം എന്നുള്ള നിലക്കുണ്ടായിരുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് തന്നെ രണ്ടുപേരും യോജിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇരുവാദങ്ങളും ഉന്നയിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകണം, സംവാദത്തിനുള്ളൊരു സ്കോപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇരു ഭാഗത്തുള്ള ആളുകളും പിന്നെ അംഗീകരിച്ചൊരു കാര്യം. ഇത് തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സ്, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് പോലും സ്കോപ്പില്ല എന്ന് പറയുന്ന ആളുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോമോഫോബിയ ആ രീതിയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അതിനൊക്കെ മറിച്ച് ഇത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. അത് തമ്മിലുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംവാദം മുന്നോട്ട് വെക്കുന്നത്. പ്രേക്ഷകരാണ്, ഈ രണ്ട് ഭാഗത്തുള്ള വാദങ്ങളും കണ്ട പ്രേക്ഷകരാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.